ഞാൻ സാധാരണ പറയലുണ്ട്, ഒരു കരാറുകാരൻ, വീട് വെക്കുന്ന കരാറുകാരൻ, ആ കരാറുകാരൻ അവൻ എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുന്ന പണിയാണ്. സ്വന്തം എനിക്ക് വീടില്ല, വളരെ ജീർണാവസ്ഥയിലെ വീട്ടിലാണ് അവൻ്റെ ഭാര്യയും മക്കളും ജീവിക്കുന്നത്, കുടുംബം ജീവിക്കുന്നത്. ആ നാട്ടിലുള്ള ഒരു നല്ലൊരു ധനികൻ, രാജാരി ഇവനോട് പറഞ്ഞു, ഇത്ര സ്ക്വയർ ഫീറ്റിൽ വീടുണ്ടാക്കിയിട്ട് എന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. സമയബന്ധിതമായി ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. പണം കൊടുത്തു. സമയബന്ധിതമായി ബിൽഡിംഗ് ഉണ്ടാക്കി താക്കോൽ നേരെ ഈ ഹാജരെ കയ്യിലേൽപ്പിച്ചു. ഏൽപ്പിച്ച സമയത്ത് ഹാജർ താക്കോൽ തിരിച്ച് അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് പറഞ്ഞു, ജീവൻ്റെ കുട്ടികളും പെണ്ണുങ്ങളും അപ്പുറയിൽ താമസിക്കണമെന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഒരു മനുഷ്യൻ എന്ന നിലക്ക് സന്തോഷം കൊണ്ട് അവൻ തുള്ളിച്ചാടേണ്ടതാണ്. പക്ഷേ അവൻ തുള്ളിച്ചാടാൻ കഴിഞ്ഞില്ല. എന്താ കാരണം നിങ്ങൾക്കറിയോ? ഈ മനുഷ്യൻ ആ സമയത്ത് പറഞ്ഞു പോയി, യാചകരെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഈ വീട് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ. എന്താ? എനിക്കുള്ളതാന്ന് പറഞ്ഞാൽ നേരെ പണിയുമായിരുന്നു. ആചാര്യ എന്താണെന്ന് വിചാരിച്ചിട്ട് ഓനക്കുള്ള വീടല്ലേ, പൈസ കൊടുത്തു, മൂപ്പരാ ഭാഗത്തേക്ക് ചെന്ന് നോക്കിയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി മനസ്സിലാക്കി ആചാര്യ പൊട്ടനാണ്, പറ്റാവുന്നത്ര അദ്ദേഹത്തെ എന്ത് ചെയ്യാം, ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. ഫൗണ്ടേഷൻ തൊട്ട് കല്ല് മണല് തൊട്ട് എല്ലാ പറ്റാവുന്നത്ര കൃത്രിമ സാധനങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചത്. താക്കോനെ ഏൽപ്പിച്ചു. ആ സമയത്ത് തിരിച്ചേൽപ്പിച്ചപ്പോഴാണ്, തനിക്കുള്ളതാൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് നേരത്തെ ആചാര്യ ചെറിയൊരു സൂചന, ഒരു ക്ലൂ നൽകിയിരുന്നെങ്കിൽ ഫൗണ്ടേഷൻ തൊട്ട് സമ്പൂർണമായും വൃത്തിയിലും കൃത്യതയിലും മൂല്യമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുമായിരുന്നു എന്നവൻ ചിന്തിച്ച് സമയം കഴിഞ്ഞുപോയി. ഏറ്റവും ബഹുമാന്യരായ യോഗാധ്യക്ഷൻ, പ്രിയങ്കരായ കുട്ടി ഉസ്താദ്, ഈ മഹത്തായ യോഗം ഔപചാരികമായി ഉദ്ഘാടനം വഹിച്ച ഷഹീർ ദേശമംഗലം, സ്വാഗതം ആശംസിച്ച അബ്ദുൽ ജബ്ബാർ സാഹിബ്, ബഷീർ ഫൈസി, എല്ലാവരും പേരെനിക്ക് കൂടുതൽ അറിയാത്തതുകൊണ്ട് സ്റ്റേജിലും സദസ്സിലുമുള്ള പണ്ഡിത ശ്രേഷ്ഠരെ, ഉമറാക്കളെ, സുഹൃത്തുക്കളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു എന്നുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സഹായികൾ, നേതാക്കൾ, നമ്മളാക്കിയ അനേകം ആളുകൾ അല്ലാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. മഹത്തായ വെള്ളാങ്കല്ലൂർ യൂണിറ്റിൻ്റെ 50-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് മൂല്യ സംരക്ഷണത്തിന് ധാർമ്മിക വിദ്യാഭ്യാസം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 6 മാസക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന വിവിധയിനം പരിപാടികളുടെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് അധ്യാപക മാനേജ്മെൻറ്റ് സംഗമം. നാം അറിയേണ്ട, നമ്മളെ ഉണർത്തേണ്ട അനേകം കാര്യങ്ങൾ ചെറിയ സംസാരത്തിൽ നിന്നും ബഹുമാന്യനായ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കരുത്തനായ സെക്രട്ടറി ഷഹീർ ദേശമംഗലം ഇവിടെ കൃത്യമായി വരച്ചു കാണിക്കുകയാണ്. ഇനിയൊരു അദീർഘമായ പ്രസംഗത്തിന് ആവശ്യമില്ല. എങ്കിൽ പോലും മുഖ്യ പ്രഭാഷണം എന്ന പേരിൽ എന്നെ ക്ഷണിക്കുകയും ഞാൻ വരികയും വന്ന് ചെയ്യുന്ന സ്ഥിതിക്ക് ഏതാനും ചില കാര്യം മാത്രം ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം എല്ലാവരും ഒന്ന് എണീറ്റുന്ന സന്തോഷം, ആദ്യം നീച്ചുന്ന സന്തോഷം ഇല്ലേ? ആ ചായ കിട്ടിയവർ നീച്ചിക്കണമെന്നില്ല, അല്ലാത്ത നീച്ചണം. ഏതായാലും കുറച്ച് നേരം സദസ്സ് മുന്നൊന്ന് നിറഞ്ഞോട്ടല്ലേ, കുറച്ച് നേരം ഒരു 4-5 സഫിൽ ആളുകളൊന്ന് ചുരുങ്ങണം. അപ്പോൾ എല്ലാവരും ഒന്ന് പിന്നത്തോലൊക്കെ ഒന്ന് മുന്നിലേക്ക് വരാം. ബാക്കിലുള്ള ആളുകൾ ഇഞ്ഞിരിക്കുക, എല്ലാവരും ബാക്കിലുള്ള ആളുകളും. നമുക്ക് സദസ്സ് വലുതാവണമെന്നില്ല, ഉള്ളവരടുത്ത് വന്നാൽ മതി, ചെറിയ സദസ്സ് മതി.
ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് രണ്ട് വിഭാഗം ആളുകളാണ്. ഒന്ന്, നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹത്തായ ദീനി സ്ഥാപനങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന, സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മിറ്റി ഭാരവാഹികളും അവിടെ വിദ്യാർത്ഥികൾക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകുന്ന ഉസ്താദുമാരും. സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക്, ഉയർച്ചയ്ക്ക്, ധാർമ്മിക ബോധത്തിന് ഇത്രമേൽ പ്രവർത്തിക്കാൻ കഴിയുന്ന വിഭാഗം നമ്മുടെ മുന്നിൽ വേറെയില്ല. പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. ആ പ്രദേശത്തെ ഉള്ളവരിൽ നല്ലവരായ ആളുകളായിരിക്കും അതിൻ്റെ തലപ്പത്തേക്ക് സ്വാഭാവികമായി എത്തിച്ചേരുക. അനേകം ആളുകളുണ്ട്. ആ ആളുകളിൽ നിന്നും നേരത്തെ ഷഹീർ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ചിലരൊക്കെ അതിലേക്ക് എത്തിപ്പെടുകയും പൊതുസമൂഹം അവരംഗീകരിക്കുകയും ആ അംഗീകാരത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ നാട്ടിൽ നന്മകൾക്ക് വേണ്ടി അവർ അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഭൗതികമായി ഒന്നും പ്രതീക്ഷിക്കാതെ, ആഗ്രഹിക്കാതെ. അതുപോലെ തന്നെയാണ് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് സേവിച്ച ഉസ്താദുമാർ. നമുക്കറിയാം, കാലികമായി ഏത് ജോലികൾക്കും കാര്യമായി അന്തോ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾക്ക് പോലും. ഇന്നലെ ഞാനൊരു കുട്ടിയെ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അടിച്ചു വരുന്നൊരു കുട്ടിയുണ്ട്. ഞാൻ അവനക്ക് എത്ര കൂലി ചോദിച്ചു, 800 റുപ്യ എന്ന് പറഞ്ഞു. ഓൻ മലയാളം എഴുതാൻ വയ്യ, ഒന്നിനും വയ്യ. ഓൻ 9 മണിക്ക് വരും, വൈകുന്നേരം 5 മണി മുമ്പ് അവനെത്തിയുണ്ട്. ഒരു ഉത്തരവാദിത്വമല്ല, 800 ദിവസം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ വിദ്യാഭ്യാസവും വേണ്ട, അന്തവും വേണ്ട, ബുദ്ധിയും വേണ്ട, ഒന്നും വേണ്ട. ചെറിയ തൊഴിൽ ചെയ്താൽ പോലും മികച്ച ശമ്പളം കിട്ടുന്ന കാലത്താണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശമ്പളത്തിന് വേണ്ടി എന്ന് പോലും പറയാൻ കഴിയാത്ത വിധം ആരോഗ്യവും അറിവ് സമ്പത്തുമുള്ള ഉസ്താദുമാരും കമ്മിറ്റിയും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് മഹത്തായ സംവിധാനം. ഈ സംവിധാനം വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഈ പ്രദേശത്തെ രക്ഷിതാക്കൾ അവരെ കുട്ടികളെ മദ്രസയിലേക്ക് കൊണ്ടുവന്ന് ചേർക്കുന്ന സമയത്ത് ഒരു ഫോം നമ്മുടെ കയ്യിൽ പൂരിപ്പിച്ച് തരാറുണ്ട്. ആ ഫോമിലുണ്ട് നിങ്ങളെന്തൊക്കെ പറയുന്നുവോ, നിങ്ങളെന്തൊക്കെ നിർദ്ദേശിക്കുന്നുവോ ആ നിർദ്ദേശങ്ങൾ മുഴുവൻ മനസ്സാ വാചാ കർമ്മണ അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മകനെ പഠിപ്പിക്കാൻ തയ്യാറാണ് എന്ന ഒരു ഒപ്പുവെച്ച പേപ്പറുമായിട്ടാണ്, അഡ്മിഷൻ ഫോമുമായിട്ടാണ് നമ്മുടെ കലാലയത്തിലേക്ക് രക്ഷിതാവ് കടന്നു വരുന്നത്. ആ ഫോം കിട്ടിക്കഴിഞ്ഞാൽ മദ്രസ സെക്രട്ടറിയും ബന്ധപ്പെട്ടവരും സദർ ഉസ്താദും 2 പേരും അതിൽ ഒപ്പുവെക്കുകയാണ്. ഒന്ന് സെക്രട്ടറി കണ്ട് ഒപ്പുവെക്കലുണ്ട്, മറ്റൊന്ന് സദർമോ, 2 പേരും ഒപ്പുവെക്കുകയാണ്. അപേക്ഷാ ഫോം രക്ഷിതാവാണ് സമ്പൂർണ്ണമായി പൂരിപ്പിക്കേണ്ടത്. ആ പൂരിപ്പിച്ച് രക്ഷിതാവ് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോമുമായി വരുന്നത് ഉസ്താദിൻ്റെ അടുക്കലേക്കും കമ്മിറ്റി അടുക്കലേക്കാണ്. അങ്ങനെ കമ്മിറ്റി ഒപ്പിടുകയാണ്. എന്താണ് ഒപ്പിടുന്നത്? നിങ്ങൾ കുട്ടിയെ ഏൽപ്പിച്ചു, ആ ഏൽപ്പിയെ സമ്പൂർണ്ണമായി ഞാൻ ഏറ്റെടുത്തു, ഞങ്ങൾ ഏറ്റെടുത്തു. ഈ കുട്ടിയുടെ മതപരമായ കാര്യങ്ങൾ സമ്പൂർണ്ണമായി ചെയ്യാൻ ഞങ്ങൾ ഉത്തരവാദികളാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്തു. അതോടെ സദുസ്താവ്. അതുകൊണ്ട് തന്നെ രക്ഷിതാവ് ഒരർത്ഥത്തിൽ അവരെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ കമ്മിറ്റിയെയും ഉസ്താദിനെയും ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിക്കുക മാത്രമല്ല, ഒപ്പിട്ട് സ്വീകരിച്ചു. ഞങ്ങൾ 2 കൂട്ടരും ആ ദൗത്യം നിർവഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞവർ ഒപ്പിട്ട് സ്വീകരിക്കുകയും ചെയ്തു. അള്ളാഹു ശരിയായ നിലക്ക് നമുക്കത് സേവനം ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ പ്രധാനമായും 2 കൂട്ടരിൽ സ്വാഭാവികമായി ഒരു കൂട്ടർ ആദ്യം പറയണമല്ലോ, മാനേജ്മെൻറ്റ് എന്ന അർത്ഥത്തിൽ ആ മാനേജ്മെൻറ്റ് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളും ശ്രദ്ധകളും താല്പര്യങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരെ സൂചിപ്പിച്ചതുപോലെയൊക്കെ ഏറ്റെടുത്ത സ്ഥിതിക്ക്, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക്, ആ സംവിധാനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഭാരവാഹി എന്ന നിലക്ക് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി ചെയ്യേണ്ട ഒന്ന്, ആ സ്ഥാപനത്തിൽ യോഗ്യരും അർഹരും കഴിവുറ്റവരുമായ അധ്യാപകരെ നിയോഗിക്കുക എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒന്ന്, തൻ്റെ മക്കളെ, തന്നെ ഏൽപ്പിച്ച രക്ഷിതാക്കളുടെ മക്കളെ, തൻ്റെ നാട്ടിലെ മക്കളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ അതർഹിക്കും വിധം ഭക്തിയോടെ ആദരവോടെ അത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും യോഗ്യരും പ്രാപ്തരുമായ ഉസ്താദുമാരെ നിയമിക്കുക. ഞാൻ വിശദീകരിക്കണില്ല. ഇത് പറയുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാറുണ്ട്.
നമുക്കൊരു കച്ചവട സ്ഥാപനം ഉണ്ടെങ്കിൽ, പീടിക ഉണ്ടെങ്കിൽ, ആ ടെക്സ്റ്റൈൽസ് ഉണ്ടെങ്കിൽ, കട ഉണ്ടെങ്കിൽ, ജ്വല്ലറി ഉണ്ടെങ്കിൽ, ആ ജ്വല്ലറിയിലേക്ക് തൊഴിലാളികൾ ക്ഷണിക്കുമ്പോൾ നമ്മൾ അപേക്ഷ ക്ഷണിക്കും. അതിൽ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ മികച്ച നിലവാരം പുലർത്തുന്ന ആളുകളെയാണ് ആ സ്ഥാപനത്തിലേക്ക് നമ്മൾ നിയോഗിക്കുക. എന്തുകൊണ്ട്? ആ സ്ഥാപനം മെച്ചപ്പെടണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും എല്ലാ തരം കഴിവുകളുമുള്ള ആളെ നിയോഗിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ സ്ഥാപനം ഉയരും, വളരും. മറിച്ച് കുറഞ്ഞ കാശ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ജ്വല്ലറിയിലേക്ക് വലിയ അംഗമല്ല, വലിയ വിദ്യാഭ്യാസമല്ല, ഒരു തരത്തിലുള്ള കഴിവില്ല, അങ്ങനത്തെ ജ്വല്ലറിയിൽ വെച്ച് കഴിഞ്ഞാൽ, കടയിൽ വെച്ച് കഴിഞ്ഞാൽ, ടെക്സ്റ്റൈൽസ് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാപനം അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ അത് പൂട്ടേണ്ടി വരും. എല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയാണ്. അത് നമ്മുടെ കടയിൽ, നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ, ഏത് സ്ഥാപനത്തിലാണെങ്കിലും യോഗ്യരും പ്രാപ്തരും കഴിവുറ്റവരുമാവുക എന്നുള്ളത് അവനെക്കൊണ്ട് ഏറ്റവും മികച്ച തോതിൽ ശമ്പളം കൊടുത്തുകൊണ്ട് നിർത്താൻ കഴിയുക എന്നുള്ള മാനേജ്മെൻറ്റിൻ്റെ, കച്ചവടക്കാരൻ്റെ താല്പര്യമാണ്. എന്നതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ ഓരോ പ്രദേശം പ്രത്യേകമായ സാഹചര്യങ്ങളാണ്. എല്ലായിടത്തും ഒരുപോലെ കഴിയില്ല. എനിക്കറിയാം 18,000 രൂപ ശമ്പളം കൊടുക്കുന്ന മദ്രസ എനിക്കറിയാം, 18,000. എന്നാൽ 8,000 കൊടുക്കുന്ന സ്ഥലമുണ്ട്, 5,000 കൊടുക്കുന്ന സ്ഥലമുണ്ട്, 3,500 ഇപ്പോഴും കൊടുക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം 18 കൊടുക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ, അനുകൂലമായ ഘടകങ്ങൾ അവിടെ ഉണ്ട്. 10,000 കൊടുക്കാൻ പറ്റുന്ന ഘടകങ്ങൾ അവിടെ ഉണ്ട്. 8,000 കൊടുക്കാൻ കഴിയുന്ന ഘടകങ്ങളുണ്ട്. എന്നാൽ 5,000 കൊടുക്കാൻ കഴിയൂ, അങ്ങനത്തെ ഘടകങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ സൗകര്യമുള്ള സ്ഥലങ്ങൾ സമ്പൂർണ്ണമായി നമ്മളതിൽ ഉപയോഗപ്പെടുത്തണം. ചിലയിടങ്ങളിലൊക്കെ ബാങ്ക് ബാലൻസ് ധാരാളം ഉണ്ടാവും, പക്ഷേ ഇത്തരം വിഷയങ്ങൾ ചെലവഴിക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്ന അത്യപൂർവ സംഭവങ്ങൾ കാണാൻ കഴിയും. അതിന് ദുരന്തം എന്താണ്? ഏറ്റവും മികച്ച യോഗ്യരും പ്രഗത്ഭരും ആയ അധ്യാപകർ ആ സ്ഥാപനത്തിലുണ്ടെങ്കിൽ ആ നാട്ടിൽ കുട്ടികൾ വളരും, ആ സമൂഹം വളരും, നാട് വളരും. മറിച്ച് കുറഞ്ഞ 5,000 കൊടുത്താൽ മതി, 10,000 കൊടുത്താൽ മതി എന്ന് പറഞ്ഞ ആളെ നിർത്തിയാൽ മികച്ച റിസൾട്ട് ഉണ്ടാവില്ല, കുട്ടികൾ ഉന്നതങ്ങളിൽ എത്തിക്കാൻ കഴിയില്ല, നാടിന് ഉദ്ദേശ ഗുണങ്ങൾ ലഭ്യമാവണം എന്നില്ല. അതുകൊണ്ട് ഏറ്റവും മികച്ച, ഏറ്റവും കഴിവുറ്റ പ്രാപ്തരായ ആളുകൾ നിയോഗിക്കുക. ഇനി നമുക്കതിന് കഴിയില്ല, കൊടുക്കുന്ന 10,000 ആളെ കഴിയുള്ളൂ, 8,000 ആളെ കഴിയുള്ളൂ, ലക്ഷമല്ല, നമ്മളെ കൊണ്ട് വഴിയില്ല. അങ്ങനെയാണെങ്കിലോ ആ ഉസ്താദുമാരെ പ്രഗത്ഭരാക്കാൻ, കഴിവുറ്റവരാക്കാൻ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡും ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സംയുക്തമായി വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കഴിവുള്ള ആളുകളെ നിർത്തേണ്ടത്, നിർത്തുമ്പോൾ 18,000 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ കഴിവില്ലാത്തവരെ നിർത്തുക. അങ്ങനെ ചില നിർത്തി കഴിഞ്ഞവരുണ്ട്. ആ നിർത്തിയ ആളുകൾക്ക് മികച്ച ട്രെയിനിങ് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് 40 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട്. ഹിസ്ബുണ്ട്, ഇൻ സർവീസ് കോഴ്സ് ഉണ്ട്, ലിഖിത പരിജ്ഞാന കോഴ്സ് ഉണ്ട്, തഹ്സീനുൽ ഖിറാഅയുണ്ട്, അനുബന്ധമായ വിവിധ കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളിലേക്ക് മാനേജ്മെൻറ്റ് അധ്യാപകരെ അതിലേക്ക് പരിശീലനത്തിൽ വിടുക. അതിനാവശ്യമായ ശമ്പളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും യാത്രാ ചെലവ് സമ്പൂർണ്ണമായി നൽകി. നമുക്കറിയാം, സ്കൂളുകളിലൊക്കെ വിദ്യാർത്ഥികളെ മികച്ചവരാക്കാൻ കോടികളാണ് ഗവൺമെൻറ് ചിലവാക്കുന്നത്. നമ്മുടെ വരുമാനത്തിൻ്റെ മുഖ്യ ഭാഗവും ചിലവഴിക്കുന്ന ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്, അതിൻ്റെ പരിശീലനങ്ങൾക്ക് വേണ്ടിയാണ്, അതിൻ്റെ ശമ്പളങ്ങൾക്ക് ബാക്കി കുറഞ്ഞ കാശ് കൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ മഹല്ല് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളിലെ മികച്ച പ്രവർത്തനങ്ങൾ അധ്യാപകരെ ട്രെയിനികളാക്കാൻ, ട്രെയിനിങ് ഇവിടെ റേഞ്ച് നടന്നിട്ടില്ലെങ്കിൽ ട്രെയിനിങ് നടത്താൻ, ഹിസ്ബ് നടത്താൻ, അതിലേക്ക് പറഞ്ഞയക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള പ്രവർത്തനം നടത്തുക. അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഷഹീർ സൂചിപ്പിക്കാൻ വിശദീകരിക്കണില്ല, കാലത്തിനനുസൃതമായിട്ടുള്ള അവർ ആനുകൂല്യങ്ങൾ നൽകുക. കാരണം പ്രത്യേകിച്ച് കൊറോണ കാലത്ത് വന്ന ദുരന്തം ഞാൻ വിശദീകരിക്കണില്ല. ചെറുപ്പക്കാരായ ചില ഉസ്താദുമാർ കൊറോണ കാലത്ത് ഈ രംഗം അവസാനിപ്പിച്ചു. ഇന്ന് മണലൂറ്റാനും പല ജോലികളിലും പോയി 500, 800, 1000 കിട്ടാൻ തുടങ്ങിയപ്പോൾ ഈ സംവിധാനത്തിലേക്ക് അവർ തിരിച്ചു വരാതായി. ഇന്ന് കഴിവുറ്റ അധ്യാപകരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ പല മേഖലകളിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉള്ള ഉസ്താദുമാരെ നമ്മൾ പിടിച്ചു നിർത്താൻ മാന്യമായ, അവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ആനുകൂല്യങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ അല്ല നമ്മൾ സന്തോഷിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയെ അല്ല, ഒരു വ്യക്തിയെ അല്ല. ഞാനൊരു സ്ഥലത്ത് കാശത്ത് പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ നന്നായി, ഇത് പറഞ്ഞ നന്നായി. ഞങ്ങൾ ഉസ്താദുമാരുടെ നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല.
പക്ഷെ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ശമ്പളം കൊടുക്കുമ്പോൾ, നിങ്ങൾ ഭക്ഷണം കൊടുക്കുമ്പോൾ, നിങ്ങൾക്ക് അനുബന്ധമായ സൗകര്യങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു കുടുംബത്തിനെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്, ഒരു കുടുംബത്തിനെയാണ്. സാമ്പത്തിക സൗകര്യമുള്ള ആളുകൾ ഞാൻ ഉള്ളത് പറയാലോ, സാമ്പത്തിക സൗകര്യമുള്ള ആൾ രംഗത്ത് വളരെ ചുരുക്കമായിരിക്കും. ഉള്ളവരുണ്ടെങ്കിൽ അവർ രംഗം മാറിപ്പോവുകയാണ്, നിശ്ചലാവുകയാണ്, രംഗത്ത് ഒഴിമാറിപ്പോവുക, അവർ വിശ്രമ ജീവിതം നയിക്കുകയാണ്. മറിച്ച് ഈ രംഗത്ത് ഇപ്പോഴും ഉള്ളത് വീട്ടിൽ വിശ്രമിക്കാൻ ആയിട്ടില്ല, അത്തരം ആളുകളാണ് കൂടുതൽ രംഗത്തുള്ളത്. അവരെ കുടുംബത്തെ സഹായിക്കുക. ആ ഉസ്താദ് ഉമ്മയെ, ബാപ്പയെ, രോഗിയായ ഉമ്മയെ, ബാപ്പയെ, ഭാര്യയെ, മക്കളെ, വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന അനേകം കുട്ടികൾ, അനേകം ചെലവുള്ള കുടുംബത്തെയാണ് നാം ശമ്പളം കൊടുക്കുക വഴി, റമദാൻ കിറ്റ് കൊടുക്കുക വഴി. റമദാൻ കിറ്റുമായി ബന്ധപ്പെട്ട രക്ഷിതാവ് പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഇപ്പോൾ റമദാൻ ആകുമ്പോൾ എൻ്റെ കുടി വിഷമല്ല, കാരണം മോന് വരുമ്പോൾ വലിയ കിറ്റുമായിട്ടാണ് വരുന്നത്. നാം കൊടുക്കുന്ന റമദാൻ കിറ്റ് സന്തോഷിക്കുന്ന ഉസ്താദല്ല, ഉസ്താദിനേക്കാൾ ഉപരി വൃദ്ധയായ മാതാപിതാക്കളും ഭാര്യയും മക്കളുമാണ്. അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന കിറ്റുകൾ, അവർക്ക് കൊടുക്കുന്ന ശമ്പളങ്ങൾ, അവർക്ക് നൽകുന്ന മറ്റു സഹായങ്ങൾ അവരെയല്ല സന്തോഷിപ്പിക്കുന്നത്, അവരെക്കാൾ കൂടുതൽ ആ വൃദ്ധരായ മാതാപിതാക്കളെയും ഭാര്യയെയും മക്കളെയുമാണ് അള്ളാഹു സഹായിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ ഈ സംവിധാനത്തോട് സമസ്ത ജമിയത്തുലമായുടെ ഭക്തിയും ബഹുമാനവും ആദരവുള്ളവരായിരിക്കുക എന്നുള്ള പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അവർക്ക് ഈ ദൗത്യം സമ്പൂർണ്ണമായി ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊന്ന്, മദ്രസകളിൽ പശ്ചാത്തല സൗകര്യങ്ങൾ. നേരെ സൂചിപ്പിച്ചുവിടെ സ്മാർട്ട് ക്ലാസ് റൂം. ഞാൻ നിരന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളായതുകൊണ്ട് ഒരു രക്ഷിതാക്കളെ ഒറ്റ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ മൊബൈലുള്ള ആളുകൾ എത്ര ആളെന്ന് ചോദിച്ചു. ഇവിടെ ഇപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഉണ്ടാവും. ഒരു വീട്ടിൽ എത്ര സ്മാർട്ട് ഫോൺ ഉണ്ട്? പലരും പല എണ്ണവും പറഞ്ഞു. ചുരുങ്ങിയത് ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ എത്ര കാശ് വരും? നമ്മളെത്തുള്ളതല്ല, മറ്റേ ഫോൺ എന്താ പറയുക, ഐഫോൺ ഉപയോഗിക്കുന്ന ആളപ്പോൾ ഏറെക്കുറെ ആളുകൾ എത്ര രൂപയിൽ വരിക? ശരാശരി ഒരു 40 രൂപ ശരാശരി വരും. ഇവിടെ എല്ലാവരുടെ വീട്ടിലും സാധനമുണ്ട്, 2, 3, 4 ഫോണുണ്ട്. പക്ഷെ നമ്മുടെ മദ്രസയിൽ എന്തില്ല? ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഇല്ല. സ്മാർട്ട് ക്ലാസ് റൂം ആക്കാൻ അതിൻ്റെ സാധനമായ എത്ര രൂപയാണ് വേണ്ടത്? 35,000 രൂപയാണ് വേണ്ടത്. ഇത്രയും ആളുകൾ ഈ നാട്ടിലുണ്ടായിട്ട് ഇത്രയും 35,000 ഫോണുകൾ ഒരു വീട്ടിൽ 2, 3, 4 ഉപയോഗിച്ചിട്ട് ഈ 100കണക്കായ വിദ്യാർത്ഥികൾക്ക് വളരെ പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്ന 35,000 സ്ക്രീൻ വാങ്ങിച്ചു കൊടുക്കാൻ 1,800 രൂപ കൊടുത്ത സമസ്ത അതിൻ്റെ എന്ത് കിട്ടും? പിന്നെ അതിൻ്റെ ചിപ്പ് സാധനം 1,800 രൂപയാണ്, അത് കിട്ടും. 35,000 കൊണ്ട് സ്ക്രീൻ വാങ്ങാൻ കഴിയില്ല എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് തന്നെ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ ചെയ്യുന്ന അപരാധമാണ്. ഇത്രയും ആൾ എല്ലാവരും കൂടി 35,000 അനേകം ഫോണുകൾ ഉണ്ടായിട്ട് 100കണക്കിന് കുട്ടികൾക്ക് ഒരു സ്മാർട്ട് ക്ലാസ് ഉണ്ടാക്കാൻ 35,000 രൂപ ചെലവഴിക്കാൻ കഴിയാതെ പോകുക എന്നുള്ളത് ഞങ്ങളുടെ പിശുക്കത്തരത്തിൻ്റെ അങ്ങേയറ്റാണ്. ഞാൻ മനസ്സാക്ഷിയോട് ചോദിക്കുക, നമ്മുടെ റേഞ്ചിൽ എത്ര സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാവും? ഇവിടെ ആരില്ലേ? എത്ര ഉണ്ട്? 7. അൽഹംദുലില്ലാഹ്. എത്ര മദ്രസയുള്ള ഇവിടെ? എത്ര മദ്രസയുള്ള റേഞ്ചിൽ? അൽഹംദുലില്ലാഹ് 26 മദ്രസയിൽ 7 മദ്രസയിലുണ്ട്. സന്തോഷമാണ്. ചിലയിടത്ത് ഞാൻ പോയാൽ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ 7 ഉണ്ട്. അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ സമ്പൂർണ്ണമായും നമ്മുടെ ക്ലാസ്സുകൾ എന്തുണ്ടാവണം? 1ാം ക്ലാസ്സിൽ സ്മാർട്ടാവണം. നമുക്കറിയാം എങ്ങനെ എടുക്കണം, എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ അക്ഷരം എഴുതണം, എങ്ങനെ മൊഴിയണം. അതിലുള്ള മദ്രസയിൽ എനിക്കറിയാം. ആ കുട്ടികൾ ചില ബെയ്ത്തിങ്ങനെ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഓരോ ബെയ്ത്തും കാരണം ഇങ്ങനെ കേട്ട് അവർ പാടുകയാണ്, അവരെഴുതുകയാണ്, അവർ വരയ്ക്കുകയാണ്, അവർ ഉച്ചരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഒരു സ്മാർട്ട് ക്ലാസ്സെങ്കിലും, നേരെ ഷഹീർ സൂചിപ്പിച്ചതുപോലെ 4ാം ക്ലാസ് വരെ ഇൻഷാ അല്ലാഹ് റമദാന് ശേഷം പാഠപുസ്തകം മാറാൻ പോവുകയാണ്. 4ാം ക്ലാസ് വരെയും സ്മാർട്ട് ക്ലാസ് ഉണ്ടാവേണ്ട അവസ്ഥയിലേക്കുള്ള ഏറ്റവും അതിനൂതനമായ പരിഷ്കരണമാണ് പുതിയ പരിഷ്കരണത്തിലൂടെ വരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ മദ്രസകളൊക്കെ ഏറ്റവും 1ാം ക്ലാസ്സെങ്കിലും അത് തയ്യാറാവേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പരിസരങ്ങളിൽ മൂത്രപ്പര, ഞാൻ മുഫത്തി ശാസ്ത്രിക്ക് ചെന്നൈക്ക് ആദ്യം ചോദിക്കുക എന്താ നിങ്ങൾക്ക് അറിയാലോ? എന്താണ് യാത്ര കഴിഞ്ഞ് വരിക? കാരണം ഉസ്താദ് വന്നേക്കല്ലേ കുട്ടി ഉസ്താദ് എന്നോട് ചോദിച്ചത് നമുക്ക് ബാത്റൂമിൽ പോകേണ്ടതാണ്. ഞാൻ തീർച്ച യാത്ര കഴിഞ്ഞ് വരികയല്ലേ, പോകണം, താക്കോൽ വാങ്ങി, സ്വാഭാവികമാണ് ആദ്യം മൂത്രം ഒഴിക്കണം. അപ്പോൾ ഏത് മദ്രസയിൽ പോയാലും മൂത്രം. അപ്പോൾ ഉസ്താദ്മാർ പറയും ഉസ്താദുകൾ പള്ളിക്കൈക്ക് പോയിക്കോളിന്ന് അറിഞ്ഞോളൂ. അത് ഇനി പറയാൻ പാടില്ല. ഒരു മൂത്രത്തോടും എന്താണ് പറയാൻ കാരണം അറിയോ? ഒന്നിൽ മൂത്രപ്പര ഉണ്ടാവില്ല, അല്ലെങ്കിൽ
മൂത്രപ്പുര വളരെ മോശാവസ്ഥ. ഇപ്പോൾ പുതിയ ചുറ്റുപാട് HI എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, നിങ്ങൾക്ക് അറിയോ എനിക്കറിയില്ല. ഹെൽത്ത് ഇൻസ്പെക്ടർ അവർ കൂടുതൽ ഇപ്പോൾ പരിശോധിക്കുന്നത് വേറെ എവിടെയല്ല, എവിടെയാണ്? മദ്രസകളാണ്. അതുകൊണ്ട് നമ്മുടെ മൂത്രപ്പുരകൾ വൃത്തിയുള്ളതായിരിക്കണം. അതുണ്ടോ ഇല്ലാത്തത് ഉണ്ടാക്കണം. ഉള്ളത് വൃത്തിയായി സൂക്ഷിക്കാൻ അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തണം. പരിസരം, മുറ്റം, അനുബന്ധം ഞാൻ വിശദീകരിക്കണില്ല, അത്ര കാര്യം ചെയ്യണം. അതോടൊപ്പം സ്വാഭാവികമായും മദ്രസകളിൽ 2 ഭരണമാണ് നടക്കുന്നത്. ഒന്ന് ഫിനാൻഷ്യലാണ്, ഒന്ന് അക്കാദമിക്കാണ്. സ്വാഭാവികമായും പണസംബന്ധമായ കൈകാര്യങ്ങൾ ചെയ്യേണ്ടത് മാനേജ്മെൻറ്റാണ്. ഒരു കാരണവശാലും അത് ആരെ ഏൽപ്പിക്കാൻ പാടില്ല? അധ്യാപകരെ ഏൽപ്പിക്കാം. ഇപ്പോഴും ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ വത്സല്യ പിരിക്കലും കാശ് പിരിക്കലും ആരാണ്? ഉസ്താദുമാരാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല, ചെയ്യിപ്പിക്കാൻ പാടില്ല. ചെയ്യാൻ പാടില്ല എന്നല്ല, ചെയ്യിപ്പിക്കാൻ പുറപ്പെട്ടാൽ പിന്നെ ചെയ്യല്ലാതെ നിവൃത്തില്ല. ഒരിക്കലും നമ്മൾ ചെയ്യിപ്പിക്കാൻ പാടില്ല. അത് ഒന്നിൽ കമ്മിറ്റി തന്നെ, അല്ലെങ്കിൽ കമ്മിറ്റി ഉത്തരവാദിപ്പെടുത്തുക, ഏതെങ്കിലും വ്യക്തിയെ ചുമതലപ്പെടുത്തി അവർ ചെയ്യുന്ന മതപഠനത്തെ ആകെ കുറഞ്ഞ സമയമുള്ളൂ. ആ സമയം പോലും എപ്പോഴും പണപ്പിരിവിൻ്റെ കേന്ദ്രമായി മാറുന്ന ചുറ്റുപാടാകുന്ന അവസ്ഥയിൽ മാറുന്നു. സൗകര്യപ്പെടുന്ന ആളുകൾ, അത് പറ്റുന്ന ആളുകൾ ഏൽപ്പിക്കണം. അതുപോലെ അക്കാദമിക് കാര്യങ്ങൾ ചെയ്യുന്ന സ്വാഭാവികമായും അധ്യാപകരാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളിൽ മാനേജ്മെൻറ്റിൻ്റെ സഹകരണം ആവശ്യമുണ്ട്. അത് സൗകര്യപ്പെടുകയാണെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും അധ്യാപകരും മാനേജ്മെൻറ്റും ഒന്നിച്ചിരുന്നുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തണം. നമുക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് കമ്മിറ്റി ചോദിക്കണം. ഉസ്താദുമാർ ഇങ്ങോട്ടും ചോദിക്കുക, ഞങ്ങളുടേതായി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അപ്പോൾ ചിലപ്പോൾ കമ്മിറ്റി പറയും നിങ്ങളതായിട്ട് ചെയ്യാനുണ്ട്, നിങ്ങളിപ്പോൾ നിസ്കരിച്ചിനെ പറ്റുന്ന കുട്ടികൾ ചോദിക്കണില്ല നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലെങ്കിൽ ശിക്ഷണ രീതിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അഞ്ഞ് കമ്മിറ്റി ഞങ്ങൾക്കൊന്നും വല്ലതുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുണ്ട്, ഇവിടെ ചൊവ്വിന് ബെഞ്ചില്ല, ചൊവ്വിന് ഡെസ്കില്ല, അനുബന്ധമായ സൗകര്യങ്ങളില്ല, പരിസരം വൃത്തിയില്ല, അതിനാവശ്യമായ ചെയ്യാൻ തുടങ്ങി എന്താണോ കാര്യങ്ങളെങ്കിൽ അത് പരസ്പരം സൗഹാർദ്ദാന്തരീക്ഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം മദ്രസയിലുണ്ടാവണം. മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ മദ്രസ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളും ഉസ്താദുമാരും, എല്ലാ കമ്മിറ്റിക്കാർക്കും സാധിച്ചിട്ടില്ലെങ്കിലും അത് നിയോഗിച്ച 2-3 പേരെങ്കിലും ഒരുമിച്ച് കൂടിയിട്ടുള്ള സൗഹാർദ്ദ സംഗമങ്ങൾ മാസത്തിലോ 2 മാസത്തിലൊരിക്കൽ നമ്മൾ ഒരുമിച്ച് കൂടണം. അതുപോലെ സ്വാഭാവികമായും ഇത്തരം ഞാൻ കൂടുതൽ വിശദീകരിക്കലില്ല. പ്രധാനമായും മാനേജിംഗ് കമ്മിറ്റി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചുമതലകൾ ഉസ്താദുമാർ ചെയ്യേണ്ടത് സ്വാഭാവികമായും മാസത്തിൽ ഒരിക്കൽ നിർബന്ധമായും ഉസ്താദുമാർ മാത്രമുള്ള ഒരു സ്റ്റാഫ് സംഗമം ഒരുമിച്ച് കൂടണം. ഒരുമിച്ച് കൂടിയിട്ട് ഈ മാസം, അടുത്ത് വരാൻ പോകുന്ന മാസം ഇന്നാലിന ക്ലാസ്സിൽ ഞാൻ എന്തെടുക്കണം, ഒന്നുകിൽ ക്ലാസ് അധ്യാപകൻ പറയണം, അല്ലെങ്കിൽ സദർ ഉസ്താദ് പറഞ്ഞു കൊടുക്കണം. പരസ്പരം അറിവുള്ളവർ അറിവില്ലാത്തവർക്ക്, അറിവുള്ളവർ പരസ്പരം പറഞ്ഞുകൊണ്ട് ഓരോ ക്ലാസ് എടുക്കുന്ന പാഠത്തെക്കുറിച്ച് മാസാന്ത സിലബസ് ക്ലാസ് റൂമിലുണ്ട്. ആ സിലബസിൻ്റെ ആധാരത്തിൽ ഈ മാസം ഞാൻ എടുക്കേണ്ട പരിശുദ്ധ ഖുർആനിലെ ഇന്ന സൂറത്താണ് ഹിഫ്ള്, ഇന്ന സൂറത്താണ് നോക്കിയോത്ത് പഠിപ്പിക്കാനുള്ളത്, ഫിഖ് ഇത്ര പാഠമാണ്, ലിസാൻ ഇത്ര പാഠമാണ്, പാഠത്തെക്കുറിച്ചുള്ള അവലോകനം. പറ്റുകയാണെങ്കിൽ ഈ പാഠങ്ങൾ എങ്ങനെ എടുക്കണമെന്നതിനെക്കുറിച്ചുള്ള ശരി അവലോകനം, ഇതും സ്വാഭാവികമായി മാസത്തിലൊരിക്കൽ കൂടുന്ന സംഗമത്തിൽ ആവശ്യമായിട്ട് വരുന്നു. അതുപോലെ പറ്റുന്ന മദ്രസകളിലൊക്കെ വല്ലപ്പോഴെങ്കിലും സദർ ഉസ്താദ് സാഹചര്യം അനുകൂലമായ മദ്രസകളിൽ മറ്റു ക്ലാസുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മുഫത്തിസിൻ്റെ പരിശോധനയ്ക്ക് പുറമെ പരിശോധന പീഡനമല്ല, ഉസ്താദിനെ പീഡിപ്പിക്കാനോ കുട്ടികളെ പീഡിപ്പിക്കാനോ അല്ല, ആ സ്ഥാപനത്തിൽ ക്ലാസ് റൂമിൽ എന്തൊക്കെ നടക്കുന്നതിനെക്കുറിച്ച് സദർ ഉസ്താദിന് കൃത്യമായ അറിവുണ്ടാകുന്നതിന് വേണ്ടി അതാത് മദ്രസകളിലെ സദർ ഉസ്താദ് വല്ലപ്പോഴെങ്കിലും തൻ്റെ മദ്രസകൾ മറ്റു ക്ലാസ്സിൽ വിസിറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ ഓണ സമയത്ത് സ്വാഭാവികമായി നമ്മുടെ പല മദ്രസകളിലും സദർ ഉസ്താദിന് ക്ലാസ് ഉള്ളത് കൊണ്ട് തൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് മറ്റെന്തെങ്കിലും ജോലികൾ നൽകിക്കൊണ്ടെങ്കിലും ചുരുങ്ങിയ സമയം, ഏതാനും സമയമെങ്കിലും സദർ ഉസ്താദ് ക്ലാസ്സിൽ വിസിറ്റ് ചെയ്യുന്നത് സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ അത് ഗുണം ചെയ്യും. പിന്നെ മറ്റൊരു സദർ ഉസ്താദ് ചെയ്യേണ്ടത് നിർബന്ധമായും മാസത്തെ അവസാന ദിവസം അല്ലെങ്കിൽ 1-ാം തീയതി ഹാജർ പട്ടിക പരിശോധിക്കുകയും ഒപ്പിടുകയും ചെയ്യണം. നിർദ്ദേശിക്കുന്ന മാസത്തിലല്ല, ദിവസവും എന്നാണ്. സദർ ഉസ്താദ് എല്ലാ ദിവസവും ഉസ്താദുമാരുടെ ഹാജർ പട്ടിക പരിശോധിക്കണമെന്നാണ്. എന്നും പരിശോധിക്കാനുണ്ടാവില്ല, എന്നും പരിശോധിക്കണം.
മാസാവസാനം സദർ ഉസ്താദ് നിർബന്ധമായും ഉസ്താദുമാരുടെ ഹാജർപട്ടികയിലെ അവസാനം ഒപ്പുവെക്കണം. അതുപോലെ തന്നെ മറ്റൊന്ന് പ്രധാനപ്പെട്ട ഈ കാലത്ത് നമുക്കറിയാം, ശിക്ഷയും ശിക്ഷണവും വളരെ അപകടം പിടിച്ചൊരു കാലത്താണുള്ളത്. ചിലരെങ്കിലും ഉസ്താദുമാർ പറയാണ്, നമ്മൾ ആ ക്ലാസ് എടുക്കുമ്പോൾ റേഞ്ചുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഈ പണി അവസാനിപ്പിക്കാൻ പോകാൻ ഉസ്താദിയാണ്. അതെന്ത് ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞ മാതിരി പഠിപ്പിക്കാൻ ഇനി നടക്കൂല, നിങ്ങൾ പറഞ്ഞ് അടിച്ചാൻ പറ്റൂല ആണോ പീഡനക്കേസ്, ചീത്തരാനാണ് പീഡനക്കേസ്, അതും വിട്ടു. എന്തും കേസാണ് ഇപ്പോൾ? ശരിക്കും ഒന്ന് തുറിച്ചു നോക്കിയാൽ കേസ്. അപ്പോൾ അവിടുന്ന് വിട്ടു. ഇപ്പോൾ ഒരു കേസ് ഉണ്ടായത്, കുട്ടി 3ാം ക്ലാസ് കുട്ടി വീട്ടിൽ പോയി പറഞ്ഞു, ഉസ്താദിൻ്റെ നെഞ്ഞത്തേക്ക് തുറിച്ചു നോക്കുകയാണ്, കണ്ണുമ്മക്കല്ല. മനസ്സിലായില്ല, വിശദീകരിക്കണില്ല എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ചീത്ത പറയാൻ പറ്റൂല, അടിക്കാൻ പറ്റൂല, നോക്കി പേടിപ്പിക്കാൻ പറ്റൂല. ഇനി മുഖത്തൊക്കെ നോക്കണ്ടെന്ന് വിചാരിച്ചാലോ? അപ്പോൾ വേറെ പീഡനം. ചുരുക്കി പറഞ്ഞാൽ ഒരു അസ്വസ്ഥമായ അന്തരീക്ഷത്തിലൂടെയാണ് ഈ രംഗം നമ്മൾ പോണത്. പക്ഷെ അത് വിചാരിച്ച് നമ്മൾ വിട്ടോടാൻ പാടില്ല, ഒളിച്ചോടാൻ പറ്റില്ല. നമ്മൾ ഒളിച്ചോടിയാൽ ഈ രംഗം ശൂന്യമാവും. നമുക്കറിയാം ഈ രംഗം ശൂന്യമാവും. ഇപ്പം തന്നെ ചില ഒളിച്ചോടി ജീവിക്കാൻ വല്ല വകയും വന്നാൽ എന്ത് ചെയ്യാണ്? മക്കൾ ഗൾഫിൽ പോയി വരുമാനം പുറപ്പെടാൻ പറഞ്ഞ് ശരിയാവില്ല, തല്ലാനും പറ്റില്ല, കുത്താനും പറ്റില്ല, അടിക്കാനും പറ്റില്ല, എന്ത് ചെയ്താലും കുഴപ്പമാണ്. അതുകൊണ്ട് അവസാനിപ്പിക്കുക. കുടിയിൽ ഇപ്പോൾ അത്യാവശ്യം 10,000 മക്കൾ എന്ത് ചെയ്യണ്ടേ? അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ കുട്ടി ഉസ്താദ് 40 കൊല്ലം അല്ലേ ഇവിടെ മൊത്തം. അൽഹംദുലില്ലാ. ഞാൻ വന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞാൻ കുറേ വർഷമായി കണ്ടിട്ട്, ഞാൻ വന്നപ്പോൾ കുട്ടി ഉസ്താദ് അപ്പോൾ ഈ കുട്ടി തന്നെയാണ്. ഇപ്പോൾ ഈ കുട്ടി ഒരു കാര്യമായി എന്നാൽ എനിക്ക് കുറേ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കുട്ടി ഉസ്താദ് എന്തില്ല മാറ്റം. അള്ളാഹു ആഫിയത്തോടെ ദീർഘകാലം സേവനം ചെയ്യാൻ തോഫീക്ക് ചെയ്യട്ടെ. വലിയ തോഫീക്കാണത്. കാരണം ചില ആൾക്കാർ 20 കൊല്ലാകുമ്പോൾ കുടിയിൽ വരുമാനമായി പിന്നെ അവസാനം എന്ത് ചെയ്യാണ്? അവസാനിപ്പിക്കുകയാണ്. ഇതൊരു പോരാട്ടമാണ്, യുദ്ധമാണിത്. അത് ഏറ്റെടുത്തുകൊണ്ട് എത്ര വരുമാനം ഉണ്ടായാലും ഈ രംഗത്ത് ഒളിച്ചോടാൻ പാടില്ല. കാലത്തിൻ്റെ യുക്തിയും തന്ത്രവും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ചുള്ള ഇടപെടൽ നമ്മൾ നടത്തി മുന്നോട്ട് പോകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞപ്പോൾ ഏറ്റവും വലിയ രസമുള്ളത്, ഒരു മദ്രസയിൽ ചെന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു, കുട്ടികൾ പറഞ്ഞൊന്നും കേൾക്കണില്ല, നിസ്കരിച്ചണില്ല, ഔറത്ത് ചോക്കിന് മറക്കണില്ല. ഇങ്ങനെ വന്നപ്പോൾ വല്ലാത്ത വിഷമമായി, സങ്കടമായി. നമ്മൾ ചെയ്ത പണി നടക്കണില്ലല്ലോ. മൂപ്പര് വലിയ സങ്കടപ്പെട്ടു, കരഞ്ഞു, കുറേ കരഞ്ഞു, ഇരുന്ന് കരഞ്ഞു. ക്ലാസ്സിൽ നിന്ന് കണ്ണൊക്കെ ചോർത്തു, കണ്ണീരിങ്ങനെ ഒറ്റയ്ക്കാൻ തുടങ്ങി. കുട്ടികളൊക്കെ പിന്നാലെ കൂടി, ചുറ്റും കൂടി, മേശപ്പുറത്ത് കൂടി. എന്താ ഉസ്താദ്, നെഞ്ഞുവേദന ഉണ്ടോയെന്ന് ചോദിച്ചു, അറ്റാക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു. ഉസ്താദൊന്നും മറുപടി പറഞ്ഞില്ല. കുറേ പറഞ്ഞു, കുട്ടികളെ കണ്ണീര് വരാൻ തുടങ്ങി. അപ്പോൾ ഉസ്താദ് മനസ്സിലാക്കിയ സംഗതി എന്താവും, പിടുത്തം വിടും എന്ന് മനസ്സിലാക്കിയപ്പോൾ കുട്ടികളോട് ഉസ്താദ് പറഞ്ഞു, പിന്നെ ഒന്നുമില്ല, എനിക്ക് നെഞ്ഞുവേദനയൊന്നുമില്ല. എൻ്റെ പ്രശ്നം ഞാൻ ഇവിടെ പഠിപ്പിച്ചാൽ കുറച്ച് കാലമായി, ഇതിൻ്റെ ഗുണഫലം എനിക്ക് കാണുന്നില്ല. നിങ്ങൾ ചോദ്യം നിസ്കരിക്കണില്ല, നിങ്ങൾ ചോദ്യം ഔറത്ത് മറക്കണില്ല. ഇവിടെ വരുമ്പോൾ പറ്റിക്കാനുള്ള പർദ്ദയും മഫ്തി ഹിജാബൊക്കെ ഉണ്ട്, ഇത് വിട്ടാൽ അതില്ല. ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും കൊല്ലം ഞാൻ പഠിപ്പിച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കാത്തവർ, നിങ്ങൾ ഔറത്ത് മറക്കാത്തത്, ഇങ്ങനത്തെ കൗമിനെ ഞാൻ സൃഷ്ടിച്ച് കടന്നു പോയാൽ ഞാൻ വാങ്ങുന്ന കാശ് ഹറാമിയാകുമോ, നിഷിദ്ധമാവുന്ന ഭയപ്പെടുകയാണ്. എൻ്റെ കുട്ടികൾക്ക് ഞാനത് കൊണ്ടേ കൊടുക്കുകയാണല്ലോ, എനിക്ക് ബേജാറാണ്, വെപ്രാളാണ്, ഞാൻ മരിച്ചു പോകണല്ലോ എന്ന് ഈ ഉസ്താദ് കുട്ടികളോട് പറഞ്ഞു. കുട്ടികളോട് പറഞ്ഞപ്പോൾ കുട്ടികളൊക്കെ പാഴ പറഞ്ഞിട്ടേ ഞങ്ങൾ നാളെ മുതൽ എന്ത് ചെയ്തോളാം, നാളെ ഞങ്ങൾ മുടങ്ങാതെ നിസ്കരിച്ചോളാം, ഞങ്ങൾ ഞവറത്ത് മറച്ചോളാം എന്ന് പറഞ്ഞു. കാരണം തല്ലാനും കോലില്ല, അടിച്ചാലും കോലില്ല, നോക്കി പേടിപ്പിച്ചാലും കോലില്ല. എവിടേക്കും നോക്കാൻ പറ്റുമോ? അതും പറ്റൂല. ഈ ഒരു തലത്തിലേക്ക് വളരെ അപകടം ചുറ്റുപാടാണ്. അപ്പോൾ ഉസ്താദ് എനിക്ക് തോന്നിയത്, എനിക്ക് വല്ലാതെ സങ്കടം വന്നു. അപ്പോൾ എന്താ സങ്കടം? കാരണം നാട്ടുകാർ സമ്മതിക്കില്ല, കമ്മിറ്റി സമ്മതിക്കില്ല, പൊതുസമൂഹം, നാട്ടുകാരും കമ്മിറ്റി ഒക്കെ സമ്മതിച്ചു, രക്ഷിതാവും സമ്മതിച്ചു, അടിച്ചോളൂ. ആര് സമ്മതിക്കില്ല? പുറത്തുള്ള ആൾക്കാർ സമ്മതിക്കില്ല. ഇപ്പം നമ്മൾക്കില്ലാത്ത ആക്ഷേപം, രക്ഷിതാവില്ലാത്ത ആക്ഷേപം ആർക്കാണ്? കാണികൾക്കാണ്. അങ്ങനെ പാടുണ്ടോ? അങ്ങനെ അടിക്കാൻ പാടുണ്ടോ? അങ്ങനെ അടിച്ചിട്ട് നേരാവണ്ട, അടിച്ചാതെ നേരാമ എന്നാ പൊതുസമൂഹം പറയുന്നത്. ഈ ഒരു തലത്തിലേക്ക് ശിക്ഷ ഞാൻ ഈ രീതി സ്വീകരിച്ചു. അപ്പോൾ കുട്ടികളുണ്ടായി ഒരു പറഞ്ഞു, ഒരിറ്റങ്ങൾ കരീണമായിട്ട് അതിൻ്റെ പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾ നിസ്കരിച്ചോളാം, ഞങ്ങൾ അവിടുത്തെ മറച്ചോളാം. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു തലത്തിലേക്ക് നമ്മൾ മാറേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരു സ്വകാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഹദീസുകളുണ്ടോ എന്നോട് ചോദിക്കണ്ട, അനുഭവത്തിലുണ്ട്.
ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാലയ ജീവിതത്തിൽ നിന്നും യാത്ര പറയുന്ന സമയത്ത് ഒരു വിദായിൻ്റെ സമാപന പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 4-5 കുട്ടികളുണ്ട്. ഞാൻ ഇത്രയും ദൂര സ്ഥലത്താണ് ജോലി ചെയ്യണത്. ഞാൻ മാസത്തൊരിക്കൽ എൻ്റെ വീട്ടിലേക്ക് പോകാറുള്ളത്. വീട്ടിലത്തെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല. മാസത്തൊരിക്കൽ പോകും, 1-2 ദിവസം വീട്ടിൽ നിൽക്കും, തിരിച്ചു പോരും. അന്ന് കുട്ടികളൊക്കെ ഏറെക്കുറെ അച്ചടക്കത്തിലുണ്ടാകാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം വാപ്പച്ചെല്ലിന് 2 ദിവസം അച്ചടക്കരാഹിത്യം കാണിക്കേണ്ട ആവശ്യമില്ല. ബാക്കി എത്ര ദിവസമുണ്ട്? 28 ദിവസം ബാക്കിയുണ്ട്. നല്ല അച്ചടക്കത്തിലാണ്, ഒരു കുഴപ്പമില്ല, അങ്ങനെ പോകും. വർഷങ്ങളായി എൻ്റെ കുട്ടിയെക്കുറിച്ച് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കുട്ടി ഒറ്റൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ദീർഘമായ 35 കൊല്ലം ഈ സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്തപ്പോൾ ഞാൻ ഇവിടുത്തെ കുട്ടികളെക്കുറിച്ച് എൻ്റെ ചിന്തയിലുണ്ടായിരുന്നത്, ഈ കുട്ടികൾ നന്നായി പഠിക്കണം, വളരണം, അതനുസരിച്ചുകൊണ്ടവർ ജീവിക്കണം എന്ന് ഹൃദയത്തിൽ അങ്ങേയറ്റം ഞാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഏറെക്കുറെ മുഴുവൻ നേരായിട്ടില്ലെങ്കിലും ഇവിടുത്തെ കുറേ കുട്ടികളിൽ മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാവാം ദൈവം പടച്ചോനെ എൻ്റെ മക്കളെ നന്നാക്കി. ഞാൻ ഒരു കാര്യം ഉപദേശിച്ചിട്ടില്ല, നിർദ്ദേശിച്ചിട്ടില്ല, പഠിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. 2 ദിവസം പോവുക, അവിടെ പീഡിപ്പിക്കാനോ പഠിപ്പിക്കാനോ സമയമില്ല, ഞാൻ തിരിച്ചു വരുന്നു. പക്ഷെ ദൈവം സർവശക്തൻ എൻ്റെ മക്കളെ ശരിപ്പെടുത്താൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ജോലി ചെയ്യുന്ന പ്രദേശത്തെ മക്കൾ അവർ വളരണം, പഠിക്കണം, നന്നാവണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും എൻ്റെ കുട്ടികളിൽ അതിൻ്റെ മാറ്റമുണ്ടായി എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് നമ്മൾ എവിടെ സേവനം ചെയ്യുകയാണെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത, ആഗ്രഹം, നമ്മുടെ മക്കളല്ലെങ്കിൽ പോലും ഈ മക്കൾ ശരിപ്പെടണം, അവർ പഠിക്കണം, അവർ വളരണം, അവർ ഉയരണം, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കടന്നു വരണം, അവിടെ മാതാപിതാക്കൾക്ക് അവർ ഗുണം ചെയ്യണം എന്നൊരർത്ഥത്തിലേക്ക് ആഗ്രഹിച്ചുകൊണ്ട്, ഹൃദയം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചാൽ ഈ കുട്ടികൾ നന്നാവുമല്ലേ നമ്മൾ ചിന്തിക്കണ്ട. ആര് നേരാവും? നമ്മളെ കുട്ടികൾ നേരാവും. അള്ളാഹു നമ്മുടെ മക്കൾ നന്നാക്കി തരട്ടെ. ഒറ്റപ്പെട്ടാരും വഴിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് നിരാശപ്പെടണ്ട. സാധാരണ നമ്മൾ പറയലുണ്ട്, 100 വാഴ കൃഷിയിടത്ത് നമ്മൾ വെച്ചു, കൃഷി ചെയ്തു, ഒരുപോലെ വെള്ളവും വിളവും നൽകി, ഒരുപോലെ നൽകി, 100ഉം ഒരുപോലെ കായ്ക്കണമെന്നില്ല. ശരാശരി അല്പമൊക്കെ കൊലക്കാതെ പോയേക്കാം, ബാക്കിയുള്ളതൊക്കെ ശരിപ്പെടും. അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. നമ്മുടെ ഈ പ്രവർത്തനം ചെയ്താൽ ജോലി ചെയ്യുന്ന മക്കൾ അവിടുത്തെ ശരിയായോ ഇല്ലേ എന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ മക്കളിൽ അതിൻ്റെ ഗുണഫലം ഉണ്ടാവും, സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് തീർച്ചയായും പുതിയ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ദഅവത്തിൻ്റെ മുഖമായി നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മൾ ലക്ഷ്യം വെച്ചാൽ നമുക്കറിയാം, നമ്മൾക്ക് അടിയന്തരമായ ഒരു കല്യാണത്തിന് പോകണം നമ്മൾ ആഗ്രഹിച്ചാൽ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര പ്രയാസപ്പെട്ടാലും പങ്കെടുക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പങ്കെടുത്തിരിക്കും. എത്ര റിസ്ക് പിടിച്ച് പങ്കെടുത്തിരിക്കും. ഉറപ്പാണ്. ജീവിതത്തിൽ ധാരാളം ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പറയാം, CP ഉസ്താദ് വിളിച്ചു, കുട്ടി ഉസ്താദ് വിളിച്ചു, നമ്മൾ പരിചയം പുതുക്കുക എന്നുള്ള കൂടി വന്നു. ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടല്ല, ക്ലാസ് എടുക്കാൻ ധാരാളം പ്രഗത്ഭരായ ആൾക്കാരുണ്ട്. അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ കുറേ വട്ടം ഒഴിവായി നോക്കി. എനിക്ക് ഓഫീസിൽ തിരക്കുണ്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് തിരക്കുണ്ട്, ദീർഘമായി വന്നെത്തൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ എങ്ങനെ വരാൻ നോക്കി എന്ന് പറഞ്ഞപ്പോൾ 99% നോക്കി, അല്ലെങ്കിൽ പകരം പിടി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൂടി ഇത്രയും താല്പര്യം പങ്കെടുക്കണം എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ? ഇന്നലെ 2 മണിക്ക് എണീറ്റു. രാത്രി 2 മണിക്ക് എണീറ്റ് ഫ്രഷായി 2:45 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് പോയി അവിടെ നിർത്തുന്ന ബസ് കയറി 5:30 തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, KSRTCയിൽ ഇറങ്ങി. 5:30 ബാങ്ക് കൊടുക്കുമ്പോൾ അത് MIC പള്ളി എത്തി, അവിടെ ജമാഅത്തിൽ പങ്കെടുത്തു. അവിടുന്ന് കാപ്പിയും കുടിച്ച് നേരം കെട്ട് വന്നു, സമയത്തെത്തി. കാരണം എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ചോക്കിന് എത്താൻ താല്പര്യമില്ലെങ്കിലും ആക്കം പോലെ പോന്നാൽ മതി. ഇവിടെ എത്താൻ നേരത്തെ വിടാൻ കുറച്ച് വരാൻ ബുക്കിൻ്റെ 12 മണിക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. ഇത്ര കഷ്ടപ്പെട്ട് എത്തേണ്ട ആവശ്യമില്ല. 6:30 പോന്നാലും മതി, 7 പോന്നാലും മതി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മനസ്സിൽ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ, ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും.
ചിലപ്പോൾ പല പ്രതിസന്ധികൾ വന്നേക്കാം. ശരാശരിയിൽ സ്വാഭാവികമായും അത് വിജയിച്ചിരിക്കും, നടന്നിരിക്കും. അത് നമുക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ലക്ഷ്യബോധം ഇവിടെ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്നാവുക, ശരിപ്പെടുക. കമ്മിറ്റിക്കാരും ശരിപ്പിക്കാതിരിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം. നാട്ടുമാമൂലിനല്ല, ജനങ്ങൾ നമ്മളെ ആദരിക്കാനല്ല, വാഴ്ത്തപ്പെടാനല്ല. ഞാൻ സാധാരണ പറയലുണ്ട്, ഒരു കരാറുകാരൻ, വീട് വെക്കുന്ന കരാറുകാരൻ, ആ കരാറുകാരൻ അവൻ എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുന്ന പണിയാണ്. സ്വന്തം എനിക്ക് വീടില്ല, വളരെ ജീർണാവസ്ഥയിലെ വീട്ടിലാണ് അവൻ്റെ ഭാര്യയും മക്കളും ജീവിക്കുന്നത്, കുടുംബം ജീവിക്കുന്നത്. ആ നാട്ടിലുള്ള ഒരു നല്ലൊരു ധനികൻ, രാജാരി ഇവനോട് പറഞ്ഞു, ഇത്ര സ്ക്വയർ ഫീറ്റിൽ വീടുണ്ടാക്കിയിട്ട് എന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. സമയബന്ധിതമായി ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. പണം കൊടുത്തു. സമയബന്ധിതമായി ബിൽഡിംഗ് ഉണ്ടാക്കി താക്കോൽ നേരെ ഈ ഹാജരെ കയ്യിലേൽപ്പിച്ചു. ഏൽപ്പിച്ച സമയത്ത് ഹാജര് താക്കോൽ തിരിച്ച് അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് പറഞ്ഞു, ജീവൻ്റെ കുട്ടികളും പെണ്ണുങ്ങളും അപ്പരയിൽ താമസിക്കണമെന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഒരു മനുഷ്യൻ എന്ന നിലക്ക് സന്തോഷം കൊണ്ട് അവൻ തുള്ളിച്ചാടേണ്ടതാണ്. പക്ഷേ അവൻ തുള്ളിച്ചാടാൻ കഴിഞ്ഞില്ല. എന്താ കാരണം നിങ്ങൾക്കറിയോ? ഈ മനുഷ്യൻ ആ സമയത്ത് പറഞ്ഞുപോയി, യാചേരങ്ങാര് പറഞ്ഞിരുന്നെങ്കിൽ ഈ വീട് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ. എന്താ? എനിക്കുള്ളതാന്ന് പറഞ്ഞാൽ നേരെ പണിയുമായിരുന്നു. ആചാര്യ എന്താന്ന് വിചാരിച്ചിട്ട് ഓനിക്കുള്ള വീടല്ലേ, പൈസ കൊടുത്തു, മൂപ്പരാ ഭാഗത്തേക്ക് ചെന്ന് നോക്കിയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അവൻ മനസ്സിലാക്കി ആചാര്യ പൊട്ടനാണ്, പറ്റാവുന്നത്ര അദ്ദേഹത്തെ എന്ത് ചെയ്യാം, ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. ഫൗണ്ടേഷൻ തൊട്ട് കല്ല് മണൽ തൊട്ട് എല്ലാ പറ്റാവുന്നത്ര കൃത്രിമ സാധനങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചത്. താക്കോനെ ഏൽപ്പിച്ചു. ആ സമയത്ത് തിരിച്ചേൽപ്പിച്ചപ്പോഴാണ്, തനിക്കുള്ളതാൽ തിരിച്ചറിഞ്ഞപ്പോഴാണ് നേരത്തെ ആചാര്യ ചെറിയൊരു സൂചന, ഒരു ക്ലൂ നൽകിയിരുന്നെങ്കിൽ ഫൗണ്ടേഷൻ തൊട്ട് സമ്പൂർണമായും വൃത്തിയിലും കൃത്യതയിലും മൂല്യമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുമായിരുന്നു എന്നവൻ ചിന്തിച്ച്. സമയം കഴിഞ്ഞുപോയി. ഇവിടെ ഉസ്താദുമാരും കമ്മിറ്റിക്കാരും രണ്ടു കൂട്ടർ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചെയ്യുന്ന പ്രവർത്തനം കരാറുകാരൻ്റെ ദുരന്തം നമ്മളിലേക്ക് വന്നു ചേരാൻ പാടില്ല. നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. ഈ ചെയ്യുന്ന പ്രവർത്തനം മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യുന്ന ഉസ്താദുമാർ കമ്മിറ്റിക്കാർ ചെയ്യുന്ന പ്രവർത്തനം നാട്ടിലാളുകളുടെ സംസാരങ്ങൾക്ക് വേണ്ടിയല്ല, അവരാദരവിന് വേണ്ടിയല്ല, ആദരവ് വന്നേക്കാം, അതിനു വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീൻ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള, ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ അള്ളാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. മഹാൻ അവർ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഒരു പ്രദേശത്തെ മദ്രസ എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്ഫോമറാണ്. ആ പ്രദേശത്തിന് പ്രകാശം ചുരത്തുന്ന നൽകുന്ന ട്രാൻസ്ഫോമറാണ് മഹത്തായ സ്ഥാപനം. അള്ളാഹിന്റെ ദീൻ അത് പ്രസരിപ്പിക്കാനുള്ള പ്രധാന കേന്ദ്രമാണ് ഈ മദ്രസ. ആ മഹത്തായ മദ്രസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടുക എന്നുള്ളത് വലിയ സംഗതി, ചെറുതല്ല. നമുക്കറിയാം, ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കാൻ പല അവസരം കിട്ടാറുണ്ടല്ലോ, ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടാറുണ്ട്, ക്ലബ്ബുകൾക്ക് കിട്ടാറുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ കിട്ടാറുണ്ട്, പല ആൾ പ്രവർത്തനം കിട്ടാറുണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയത് ക്ലബ്ബുകൾക്കല്ല, മറ്റു കൂട്ടായ്മകൾക്കല്ല. നമുക്ക് കിട്ടിയത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ചലിപ്പിക്കുന്ന നിർണായകമായ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിന് സ്വാധീനം വഹിക്കുന്ന മഹത്തായ സ്ഥാപനത്തിൽ ചുക്കാൻ പിടിക്കാനാണ്. അവിടുത്തെ HOD ആവാൻ, അവിടുത്തെ സ്വദറാവാൻ, ഉസ്താദാവാൻ, സെക്രട്ടറി ആവാൻ, പ്രസിഡന്റ് ആവാനാണ് അള്ളാഹു നമ്മളെ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാലത്ത് നമ്മളെ പരിശോധിക്കാനോ നമ്മളെ ഭരിക്കാനോ വേറെ ആരുമില്ല, ഒരാളുമില്ല. ചിലർ പറയും മുഫത്തിച്ചു വരുന്നില്ലേ, അതൊക്കെ ഒരു വരവാണ്, അതൊരു വരവാണ്. ഗുണങ്ങളില്ലാന്നല്ല, ധാരാളം ഗുണങ്ങളുണ്ട്. ഇപ്പം എന്നോട് ഞാൻ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ആ വരവ് കൂടി ഇല്ലെങ്കിൽ കാര്യം വളരെ അപകടത്തിലായി എന്ന് പറഞ്ഞു. കാരണം പാടം ചോക്കിന് പോണതും ആതിരപ്പെട്ടിയോ നോക്കുന്നതും കുട്ടികൾ അവർത്ത് മറക്കുന്നതും ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇടയ്ക്കിടെ പറയണത് മുഫത്തിച്ചു വരുന്ന അത് പറഞ്ഞിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചത്. നീ കമ്മിറ്റിക്കാരന് പറയാതെ കഴിഞ്ഞത് മുഫത്തിച്ചു വന്നു, കക്കൂസില്ല എന്ന് പറഞ്ഞു, മൂത്രപ്പരില്ല എന്ന് പറഞ്ഞു, ചോക്കിലെ ബെഞ്ചില്ല എന്ന് പറഞ്ഞു, ഡെസ്കില്ല എന്ന് പറഞ്ഞു, സ്മാർട്ട് ക്ലാസ് റൂം ഇല്ല എന്ന് പറഞ്ഞു, ഇനി വരുമ്പോൾ വഷളാൻ പാടില്ല. അപ്പോൾ ഈ പേരും പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രണ്ടു കൂട്ടരെയും മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പരിപാടി അത്യാവശ്യമാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറം സർവശക്തനായ അള്ളാഹുവാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മൾ നിരന്തരം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിലേക്ക് മഹത്തായ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളും
അതിനുള്ളിൽ സേവനം ചെയ്ത് നമ്മളും ഉസ്താദുമാരും ഈ കാലത്ത് പ്രത്യേകിച്ചും വളരെ അപകടം മുറിഞ്ഞ കാലത്ത് ദീനും വിശ്വാസവും ആചാരങ്ങളും മുഴുവൻ നിഷേധിച്ചുകൊണ്ട് നടക്കുന്ന പുതിയ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കാനുള്ള ഏക മാർഗമായി ഇന്ന് ബാക്കിയായി നിൽക്കുന്നത് ഈ മഹത്തായ മദ്രസകളാണ്. ഇതിൽ വരുന്ന ഓരോ തളർച്ചയും ഓരോ ക്ഷീണവും അത് നമ്മുടെ നാട്ടിലുള്ള ദീനി ദഅവത്തിന്റെ അവസാനത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ചിലർ നമുക്കറിയാം, അത്ര ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾ കിട്ടാനില്ല എന്ത് പറഞ്ഞാലും കിട്ടാനില്ല. കൂട്ടത്തിൽ ഞാനൊന്ന് പറയാം, പാലക്കാട് ജില്ലയിലെ പാലക്കോട് എന്ന പ്രദേശത്ത് മദ്രസ വിസിറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവിടുത്തെ സദർ ഉസ്താദ് ചെന്നൊരു ആ വളവ് പറഞ്ഞു തരാം. ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾ ആ 9, 10, 8, 9, 10 ഇപ്പോൾ പരിശോധിക്കും, 12, 11 ഇപ്പോൾ പരിശോധിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്കപ്പോൾ തിരിഞ്ഞില്ല. കാരണം ഉസ്താദ് എന്തൊക്കെയാണെങ്കിലും നമുക്ക് തിരിയില്ല. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ പരിശോധിക്കാൻ പോവുക ചെയ്യാം, അങ്ങനെയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, ഉപരി പറഞ്ഞ് നമ്മൾ കേട്ടു, ആ ശരീരഭാഷ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ നല്ല കാര്യത്തിനാണ്. ഞാൻ 8, 9, 10 പരിശോധിക്കാൻ പോയി. കെട്ടിടത്തിന് മുകളിൽ നോക്കുമ്പോൾ 11ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഉണ്ട്, സൈക്കിൾമ റോട്ടിൽ കൂടി അങ്ങനെ ഓടുന്നുണ്ട്, സൈക്കിൾമ കൂടി. അപ്പോൾ ചെറിയൊരു ആശങ്ക തോന്നി, കുട്ടികൾ ഇപ്പം എന്താ മുമ്പ് കാട്ടുന്നത് മനസ്സിലായില്ല. കുടിക്ക് പൈക്കോളെന്ന് പറഞ്ഞിട്ടാണോ എന്താ നമുക്കറിയില്ലല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ 8, 9, 10 വിസിറ്റ് കഴിഞ്ഞാൽ വന്നപ്പോൾ എന്നോട് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ 12ക്ക് പൈക്കോളിന്നാണ്. അപ്പോൾ എന്താ വിഷയം ചെപ്പോൾ പറഞ്ഞു, 12ാം ക്ലാസ്സിലെ കുട്ടികൾ 3 കുട്ടികളല്ലാത്തവരൊക്കെ നിർത്തിയില്ല. അപ്പോൾ ഞാൻ അവരെ പറഞ്ഞ് ഇടയ്ക്കിടെ പറയും, മുഫത്തിഷ് വരും, അന്ന് വരുമ്പോൾ നിങ്ങൾ കണക്ക് കൊടുക്കണം, നിങ്ങൾ ഇല്ലെങ്കിൽ റിമൂവ്. ഇപ്പോൾ ഈ ഓൺലൈനൊക്കെ പറഞ്ഞാൽ ഓൺലൈനിലാണല്ലോ, അപ്പോൾ അതിനോട് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ആർക്ക് കാണണം, മുഫത്തിഷിനെ കാണണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മുഫത്തിഷ് വരെ ഞാൻ വിളിക്കും, അന്ന് നിങ്ങൾ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ 11ാം ക്ലാസ്സിലെ കുട്ടികളെ മുഴുവൻ അങ്ങോട്ട് വിട്ടിട്ടാണ്. ഈ പാവങ്ങൾ പോയിട്ട് അവരൊക്കെ പിടിച്ചു കൊടുന്നു. ഓല് വന്ന് 12ാം ക്ലാസ്സിൽ എത്തി. അങ്ങനെ എന്നോട് പോകാൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് വയ്ക്കണ ഹിക്മത്ത് ചെയ്തിട്ട് ഐറ്റങ്ങളത് വന്ന് കിട്ടണം ഉസ്താദെ, അതിന് വല്ല മരുന്നുണ്ടെങ്കിൽ പറയുന്നു പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികൾ 12ാം ക്ലാസ്സിലെ കുട്ടികൾ നമുക്ക് സർവ്വലോക വളവും പഠിച്ച കുട്ടികളാണ് 12ാം ക്ലാസ്സിലെ കുട്ടികൾ. അവരോട് നമ്മളെ വളവൊന്നും പോരാ. എന്നാലും ഞാൻ പറഞ്ഞു, മക്കളെ എന്തൊക്കെ പറഞ്ഞു, എവിടെ പഠിക്കണം, കോഴ്സും ക്ലാസ്സൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ നിങ്ങൾ നിർത്താൻ കാരണം എന്താണെന്ന് ചോദിച്ചു. അവർ ട്യൂഷൻ്റെ പറഞ്ഞു, പിന്നെ കുറച്ച് നേരത്തെ പോകണമെന്ന് പറഞ്ഞു, പഠിക്കാണ്ട് പലയാതിക്കാരനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 12ാം ക്ലാസ് എന്താ പഠിക്കണമെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അറിയാം, തഫ്സീറാണ്. അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ അനവധി സൂറത്തുകളാണുള്ളത്, അർത്ഥവും ആശയവും തഫ്സീറും ധാരാളം ഹദീസുകളാണുള്ളത്. ഇത് പഠിക്കാതെ നിങ്ങൾ മറ്റേത് പഠിക്കാൻ പോയാൽ നിങ്ങൾക്ക് കുരുത്തുണ്ടാവില്ല, അത് ഗുണം ചെയ്യൂല, പഠിച്ചാൽ പൂർത്തിയാവില്ല, പൂർത്തിയായാൽ തന്നെ ഗുണം കിട്ടൂല, ജോലി കിട്ടിയാൽ തന്നെ ജോലിക്ക് പോകാൻ കഴിയൂല, പോയാൽ തന്നെ അങ്ങനെ പറഞ്ഞു. ഞാൻ കുറച്ച് പറഞ്ഞു. അപ്പോൾ ഓല് ഇങ്ങനെ പുറത്തൊക്കെ വയ്ക്കും. അപ്പോൾ എന്താ ഞങ്ങൾ ചെയ്യണ്ടെന്ന് ചോദിച്ചു. ഞങ്ങൾ നിർത്തിയിട്ടില്ല, ഞാൻ പറയാൻ ചെയ്യണം. അപ്പോൾ അങ്ങ് നിർത്തൽ എന്താ, നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റെങ്കിലും മദ്രസയ്ക്ക് വന്നൂടെ, 10 മിനിറ്റിൽ വന്നൂടെ. അപ്പോൾ എല്ലാവരും പറഞ്ഞ ഉസ്താദ് വരാം. ഉസ്താദ് സമ്മതിക്കുമെന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ ശരിപ്പെട്ടു, ആ കാര്യം ഞാൻ ഏറ്റെടുത്തു പറഞ്ഞു. സദറ സമ്മതിക്കുമെന്ന് ഞാൻ ഏറ്റെടുത്തു. നിങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പറ്റുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആക്ക് മുടങ്ങാതെ എല്ലാ കുട്ടികളും വന്നു. ഇതൊരു സദർ ഉസ്താദിൻ്റെ ഒരു കൗശലാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളുടെ 2 മണിക്കൂർ വരണമെന്ന് പറയേണ്ടത് 10 മിനിറ്റെങ്കിലും സുഹബത്താണ്. 10, 11, 12 ക്ലാസ്സുകളിൽ കണ്ടമാനം പഠിപ്പിക്കുക എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരി നമ്മളും അവരും തമ്മിലുള്ള, നമ്മുടെ മദ്രസയും അവരും തമ്മിലുള്ള ഒരു ചങ്ങാത്തമാണ്, ബന്ധമാണ്. ആ ബന്ധം സ്ഥാപിക്കാൻ പരിശ്രമമാണ്. അപ്പം അതുകൊണ്ട് ആ കുട്ടിയെ പറഞ്ഞപ്പോൾ തയ്യാറായി. അങ്ങനെ പല കൗശലങ്ങളിലൂടെ ഇടി നമുക്കറിയാലോ. മുമ്പ് അങ്ങനെയല്ല, നമുക്കൊക്കെ അറിയാൻ വിശദീകരിക്കണില്ല. നാളെ ക്ലാസ്സിൽ വന്നിട്ട് മേത്താണ് വരുത്താവെന്ന് പറഞ്ഞാൽ നമ്മൾ പിറ്റേന്ന് ക്ലാസ്സിലെത്തും. അല്ലാതെ വാപ്പാനിട്ട് ഞാൻ പറയുന്ന പറഞ്ഞാൽ കാര്യം നടക്കും. അത് ഉമ്മാനോട് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കുട്ടികളോട് പറയാം, ഉമ്മാനോട് ഞാൻ പറയുന്നത് എന്താ പറയാ, പറഞ്ഞോളൂ, ഉമ്മ നമുക്ക് പ്രശ്നമല്ല, വാപ്പ ഒട്ടും പ്രശ്നമല്ല, ഉസ്താദ് തീരെയും പ്രശ്നമല്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളത് പുതിയ കാലഘട്ടം നടക്കാനുള്ള സംഗതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹൃദയം തുറന്നുകൊണ്ട്, നന്മ ആഗ്രഹിച്ചുകൊണ്ട്, പുതിയ തന്ത്രങ്ങളും മനഃശാസ്ത്രമല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഈ കുറേ മനഃശാസ്ത്രജ്ഞന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ശാസ്ത്രത്തോടെ നമുക്ക് വിരോധമല്ല, അതിനേക്കാൾ നമുക്ക് വേണ്ടത് മനഃശുദ്ധിയാണ്. കൃത്യമായ ശുദ്ധിയോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന കുട്ടി, താൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ കുട്ടി, തൻ്റെ സ്ഥാപനത്തിലെ കുട്ടികൾ നന്നാവണമെന്നും മാനേജ്മെൻറ്റും ഉസ്താദും 2 കൂട്ടരും ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഈ സംവിധാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറുന്ന ചുറ്റുപാടിലേക്ക് സ്വാഭാവികമായും അതിൻ്റെ അലയൊലികൾ സ്ഥാപനത്തിലുണ്ടാവും.
മാറ്റമുണ്ടാവും. അത്ര മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് നിസ്കാര പരിശീലനം, അനുബന്ധമായ പലയാതി പരിശീലനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സ്ഥാപനത്തിൽ പുരോഗതിക്ക് ആവശ്യമായുള്ള പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കാൻ ശ്രമം നടത്തുക. മാത്രമല്ല സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാവരും ഇപ്പോൾ ശമ്പളം കൂട്ടാൻ വഴിയില്ല എന്നാണ് പറയുന്നത്. കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പ്രാപ്തരെ നിർത്താൻ ആഗ്രഹമുണ്ട്. പ്രാപ്തരെ നിർത്തുക എന്നല്ല, ഉള്ളവരെ പ്രാപ്തരാക്കണം. പ്രാപ്തരാക്കുന്ന ട്രെയിനിങ്ങിലൂടെ പ്രാപ്തരാക്കിയാൽ പോരാ, എന്തുകൊണ്ട് പ്രാപ്തരാക്കണം? സ്വാഭാവികമായും ഒരു ജോലി ചെയ്യുന്ന മനുഷ്യൻ, ആ മനുഷ്യനോട് അവൻ്റെ സേവനത്തിലുണ്ടാകുന്ന വർധനമാണ് അവൻ ജോലിക്ക് ആക്കം കൂട്ടുക. ഇതറിയാത്തൊരു മനുഷ്യൻ ഭൂമിയിലില്ലല്ലോ, അത് ഉറപ്പല്ലേ? ആ സംശയമില്ല കാര്യത്തിൽ. തൻ്റെ ജോലിയിൽ സാധാരണ ആത്മാർത്ഥത പറയും. ആത്മാർത്ഥ അങ്ങനെ ഉണ്ട്, ഞാനത് കുറ്റപ്പെടുത്തല്ല. അള്ളാഹു നമുക്ക് ആത്മാർത്ഥത നൽകട്ടെ. മറ്റൊരു ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എന്താ? പണം തന്നെ ആത്മാർത്ഥത. മനസ്സിലായില്ല? പണം. നമ്മളെ കുടുംബങ്ങൾ, കുടുംബത്തിൽ നമ്മൾ കല്യാണം ഉണ്ടായപ്പോൾ പെങ്ങന്മാരൊക്കെ നമ്മളെ സഹായിച്ചു, അളിയന്മാർ സഹായിച്ചു. നമുക്ക് അവരോട് എന്തുണ്ടാവും? സ്നേഹം ഉണ്ടാവും. കാരണം തൊട്ട് പണം തന്നു, കല്യാണ സമയത്ത് സഹായിച്ചു. ഒന്നും തന്നില്ല, ചെറിയൊരു 1000 ഉറുപ്പ്യ കൊടുത്തു തന്നു, നമുക്ക് സ്നേഹം ഉണ്ടാവുമോ? അളിയന്മാർ 1,00,000 വീതം കൊടുത്തു തന്നു, അവരമ്മ സൽക്കാരത്തിന് വിളിക്കും, തുടർന്നുള്ള എല്ലാ പരിപാടിക്കും വിളിക്കും, ഇടയ്ക്കിടെ വിളിക്കും. തന്നത് എന്താണ്? ലക്ഷം. 1000 കൊടുത്തു തന്നാൽ പിന്നെ അവൻ ആ ഭാഗത്തേക്ക് എന്താക്കൂല, തിരിഞ്ഞു നോക്കൂല. ആത്മാർത്ഥ എന്ന് പറഞ്ഞാൽ പണം തന്നെയാണ്. അതുകൊണ്ട് ഉസ്താദുമാർക്ക് ഉള്ളതൊക്കെ കൊടുക്കുക എന്നല്ല, കാലത്തിനനുസരിച്ചുള്ള കൊടുത്ത് അവരെ താല്പര്യമാക്കുക. അവരെ കൊണ്ട് കൃത്യമായ ദൗത്യം അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള അന്വേഷണം നമ്മൾ വെറുതെ പൈസ കൊടുക്കാന്നല്ല, അന്വേഷിക്കുക. അതിൻ്റെ ഗുണം ഉണ്ടാവണം. ഇല്ലെങ്കിൽ പിന്നെ നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്. പൈസയും കൊടുത്തു, പള്ളർച്ച് പൈസ കൊടുത്തു, ഇങ്ങോട്ടും ഗുണം ഉണ്ടാവണില്ലെങ്കിൽ പിന്നെ നമുക്കറിയാമല്ലോ. അപ്പം അതുകൊണ്ട് പൈസ കൊടുക്കാത്ത ആത്മാർത്ഥമല്ല കൂടുതൽ പറയരുത്. പറയുമ്പോൾ ഈ രണ്ടും പറഞ്ഞ് അള്ളാഹിൻ്റെ കൂലി ആഗ്രഹിച്ച് രണ്ടു കൂട്ടം പ്രവർത്തിക്കുന്നതോടൊപ്പം അനുസൃതമായ കമ്മിറ്റി നൽകുക. ഉസ്താദുമാർ ചെയ്യേണ്ടത് റബ്ബ് നമ്മോട് ചോദിക്കും. നമുക്ക് നൽകുന്ന സ്നേഹം മുഴുവൻ, പണമാവട്ടെ അനുബന്ധമായ ഏത് സ്നേഹമാവട്ടെ, നമുക്ക് നൽകുന്നത് നമ്മുടെ തറവാട്ട് മഹിമ കൊണ്ടല്ല, നമ്മുടെ സൗന്ദര്യം കൊണ്ടല്ല. നമ്മൾ ഇൽമുണ്ടെന്നും നമ്മൾ പണ്ഡിതന്മാരാണെന്നും ദീനീ സേവകരാണെന്നും വിശ്വസിച്ചുകൊണ്ടാണ് നമ്മെ സ്നേഹിക്കുന്നത്, നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ മുഴുവൻ സ്നേഹത്തിനും മുഴുവൻ സഹായത്തിനും പടച്ച റബ്ബിനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും. നമുക്ക് ഉറങ്ങാൻ സമയമില്ല, നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. മദ്രസ കുറഞ്ഞ സമയമാണെങ്കിലും ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മുടെ മക്കളുടെ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പുരോഗതിയായിരിക്കണം നമ്മുടെ ചിന്ത. ഒരു ഉസ്താദിനോട് പറഞ്ഞു, ഇവിടെ ശമ്പളം കൊടുക്കാൻ പോലല്ല, ബെഞ്ച് പറഞ്ഞു, ഡെസ്ക് പറഞ്ഞു, അനുബന്ധമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു, കമ്മിറ്റി പറഞ്ഞു. ഉസ്താദ് ആഗ്രഹമുണ്ട്, ഞാൻ സെക്രട്ടറി ചെയ്യുന്ന കാലത്തുള്ള ബെഞ്ചും ഡെസ്ക്കാണ് ഇവിടെ, എനിക്കും കമ്പുണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യാൻ, ഒന്ന് മാറ്റാൻ. വീട് മാറി, ചുറ്റുപാട് മാറി. നമുക്കറിയാം അടുത്ത കാലം വരെ നമ്മുടെ പുല്ലായിരുന്നു വീട്, തെങ്ങും പട്ടയായിരുന്നു, പിന്നെ ഓടായി. ഇപ്പോൾ ഓടുണ്ടോ? അതുമില്ല, ഇപ്പോൾ ഓടുമില്ല, ഇപ്പം മുഴുവൻ വാർപ്പായി. എന്നാൽ മദ്രസ പരിശോധിക്കുക, 25ാമത്തെ കൊല്ലാണ് ഞാൻ മുഫത്തിശായിട്ട്. ചിലയിടത്തൊക്കെ 10 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പ് ചെന്ന അതേ ബിൽഡിങ്ങും അതേ ഫർണിച്ചറും കേട് വന്ന പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചും ഡെസ്കും നിലവും കാണാൻ സാധിക്കുന്ന മദ്രസ കാണാൻ സാധിക്കും. ഒരു മാറ്റമല്ല, നാടാകെ മാറിയിട്ടുണ്ട്, മദ്രസ മാറിയിട്ടില്ല. അതുകൊണ്ട് നാട്ടിൽ മാറ്റം ഉണ്ടാവണം. വഴി എന്താണെന്ന് വെച്ചാൽ 2-3 വഴി പറഞ്ഞു കൊടുത്തു. ഞാൻ ഒരാൾ ചെയ്തത് പ്രവാസി സെല്ല് ഉണ്ടാക്കാൻ പറഞ്ഞു. പ്രവാസി സെല്ല് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. ആ നാട്ടിൽ ഗൾഫിൽ പോയ ആൾക്കാർ, ചെറുപ്പക്കാർ കുട്ടികളുണ്ട്, ആ കുട്ടികൾക്ക് പാടുന്ന ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആ ഗ്രൂപ്പിൽ പറയാം, നമ്മളെ മദ്രസയിൽ കുറച്ച് ബെഞ്ച് കുറേ മുമ്പത്തതാണ്, പൊട്ടിപ്പൊളിഞ്ഞതാണ്, ബെഞ്ചില്ല, ഡെസ്കില്ല, ഷോക്കിന് ബെല്ലില്ല, ഒരു മൈക്കില്ല, ഒരു ടി വി, സ്മാർട്ട് ടി വിയിൽ സംവിധാനമില്ല എന്നാണ് പറയാം. അപ്പോൾ പറയും, ആ കുട്ടികളിൽ നമ്മൾ വിചാരിക്കാത്ത പല കുട്ടികളും സാമ്പത്തിക പുരോഗതിയുള്ള കുട്ടികളുണ്ട്. ഇനി പുരോഗതി ഇല്ലെങ്കിലും തൻ്റെ കുടുംബത്തിൻ്റെ മോക്ഷത്തിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി ദാനം ചെയ്യാൻ സന്നദ്ധരായ കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അവർ ഗ്രൂപ്പിലവളും 10 ബെഞ്ചിൻ്റെത്, മുഴുവൻ ബെഞ്ചിൻ്റെത്. ഞാൻ രക്ഷിതാക്കളെ വെറുതെ തമാശക്ക് പറഞ്ഞാണ്. രക്ഷിതാക്കളെ യോഗത്തിൽ നമ്മുടെ മദ്രസയിലൊക്കെ വന്നു നോക്കുമ്പോൾ മോശപ്പെട്ട ബനിയൻ കുപ്പായവും മോശപ്പെട്ട വസ്ത്രം ധരിച്ചുള്ള എല്ലാ കുട്ടികളും വെള്ള ഷർട്ടും വെള്ള മുണ്ടും വെള്ള തൊപ്പിയും 1-2 ക്ലാസ് കുട്ടികൾക്ക് വെള്ള പാൻറ്റും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ അപ്പം തിരിച്ചു പറഞ്ഞു, ഉസ്താദ് അതിന് എത്ര ഉറുപ്പ്യാകുമെന്ന് വെച്ചിനോട്. ഉറുപ്പ്യാകുക എത്ര ആകുകയെന്ന് പറഞ്ഞു. എന്നാൽ അത് മുഴുവൻ ഞാൻ ഏറ്റെടുത്തു പറഞ്ഞു. ഞാൻ 2 മിനിറ്റേ പറഞ്ഞുള്ളൂ, ആ മനുഷ്യൻ മൊത്തം ഏറ്റെടുത്തു.
പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞു മറ്റൊരു വഴിയാണ്, നമ്മുടെ വാപ്പാരുമാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാ അമ്മമാർക്കും മരിച്ചവർക്കൊക്കെ എന്തുണ്ടാവും? കൊല്ലത്തിലൊരിക്കൽ. അതുറപ്പല്ലേ? ഇതിലൊക്കെ സുഞ്ഞാലിനെ ഉണ്ടാവുള്ളൂ. ഉമ്മയും മരിച്ചിട്ടുണ്ടെങ്കിൽ, വല്യാപ്പി വല്യമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ ആണ്ട് കൊല്ലത്തിൽ ഉറപ്പാണ്. ആ ആണ്ട് ദിനത്തിൽ എന്ത് ചെയ്യണം? ഉസ്താദ്മാർ പറയേണ്ടത്, കമ്മിറ്റി പറയേണ്ടത്, നിങ്ങൾ അവനാൻ്റെ ഉമ്മയും വാപ്പി മരിച്ച ആണ്ട് ദിനത്തിൽ, നിങ്ങളെ സ്നേഹനിധിയായ വല്യമ്മയെ മരിച്ച ആണ്ട് ദിനത്തിൽ അവർ ഓർക്കുന്നൊരു വർഷത്തിലൊരിക്കൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു ബെഞ്ച്, ഒരു ഡെസ്ക്, 10 ഡെസ്ക്, എന്തോ സാധനം പറ്റ ചെയ്യണം എന്ന് പറഞ്ഞ ആൾക്കാർ റെഡിയാണ്. എൻ്റെ ഉമ്മാൻ്റെ ആണ്ടുണ്ട്, അന്ന് പോത്തിറച്ചി കുറച്ച് നെയ്ച്ചോർക്ക് വെച്ചിട്ട് കുറേ ആൾക്കാരെ വിളിച്ചു വരുത്തും. അത് 10,000 റുപ്യേനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അന്ന് 5,000-നാക്കിയിട്ട് ബാക്കി 5,000 കൊണ്ട് മദ്രസയ്ക്ക് 4 ബെഞ്ചാവട്ടെ, അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന, കൈഫിയത്ത് സ്വലാത്ത് പഠിക്കുന്ന, അള്ളാഹിന്റെ ദീൻ നിലനിർത്തുന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി സഹായിക്കാൻ ആളുകൾ തയ്യാറാണ്. അപ്പോൾ തയ്യാറാവുന്ന സഹായിക്കുന്ന വഴികൾ അവരെ മുന്നിൽ തുറന്നു കൊടുത്താൽ ഞാൻ ഇപ്പോഴും പന്തല്ലൂർ എന്ന സ്ഥലത്ത് രക്ഷിതാക്കള യോഗത്തിന് പോയി. അപ്പോൾ അവിടെ ഉസ്താദ് പറഞ്ഞു, ഇവിടെ മജ്‌ലിസുന്നൂർ നടക്കുന്നുണ്ട്, ഷീറിനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഞാൻ പറയണമെന്ന് ചോദിച്ചു. രക്ഷിതാക്കള യോഗത്തിലാണ്, നിങ്ങൾ പറഞ്ഞ ആൾക്കാർ കേൾക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ മരിച്ച ആൾക്കാർ 12 വാപ്പാരന്മാരെ പേരിൽ ഓരോരുത്തർ തരിച്ചാൽ സന്തോഷമായി. അപ്പം മിനിറ്റുകളെ കൊണ്ട് ഓരോരുത്തർ പറഞ്ഞു. അവിടെ ചീനുണ്ടായില്ല, എത്ര ഒരു പറയാത്തതുകൊണ്ടല്ലേ. പറഞ്ഞപ്പോൾ സമൂഹം കേട്ടു, ആളുകൾ റെഡിയാ. ആര് പറയണം? എൻ്റെ മതത്തിന് ഉസ്താദ് പറയുകയാണ് ചെന്നപ്പോൾ കുറച്ച് 5 ബെഞ്ച് കുറവുണ്ട്. അപ്പോൾ ചെറുകര നല്ല ഹൈടെക് ബെഞ്ചുള്ള സ്ഥലമുണ്ട്, നല്ല ഹൈടെക് ബെഞ്ചുള്ള സ്കൂളുള്ള സ്ഥലം. നമുക്കവിടെ ഏൽപ്പിക്കുന്നു പറഞ്ഞു. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ കമ്മിറ്റി കൂടാൻ നിൽക്കണം. ഞാൻ കമ്മിറ്റിക്കാരനാണ്. ഈ കമ്മിറ്റി കൂടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ നമ്മുടെ വള്ളിമാർസ ഗ്രൂപ്പിലൊന്ന് പറഞ്ഞാൽ മതിയാണ്. ഉസ്താദാണ് പറഞ്ഞു. വൈകുന്നേരം ആയില്ല. അപ്പോൾ 2 ചെറുപ്പക്കാർ പറഞ്ഞു, ഗൾഫിൽ 2 ചെറുപ്പക്കാർ പറഞ്ഞു, അത് ഞങ്ങൾ രണ്ടാളും എന്തായി ഏറ്റെടുത്തു. ഒരു കമ്മിറ്റി കൂടി കൂടേണ്ടി വന്നിട്ടില്ല. സംഗതി നടന്നു. ഞാൻ പറഞ്ഞു വന്നത് സമൂഹത്തോട് പറഞ്ഞാൽ റെഡിയാൽ പറയണ്ടേ. ചില ഉസ്താദന്മാർ ശമ്പളം കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടും. നിങ്ങൾ എത്ര കൊല്ലായി? ഇത്ര കൊല്ലായി. എത്ര ശമ്പളം? ഞാൻ ഓരോ മുന്നേതൊന്നും പറയില്ല. വലിയ സങ്കടം, വിഷമം തോന്നും. ഇത്ര കൊല്ലം സേവനം ചെയ്തിട്ട് ആ നാട്ടിൽ ജനങ്ങൾ ബഹുമാനിക്കണ്ടേ. ഇത്ര കൊല്ലം സേവനം ചെയ്ത് ബഹുമാനിക്കണ്ടേ. കുടുംബത്തെ ഉപേക്ഷിച്ച് ദീർഘകാലം ഇത്ര കൊല്ലം നമ്മൾ മദ്രസ ജോലി ചെയ്തിട്ട് നമ്മൾ ബഹുമാനിക്കണ്ടേ. അപ്പോൾ ഞാൻ നാട്ടിലെ ആളോട് പറഞ്ഞു, നിങ്ങളെ സദോസ്താദ്, നിങ്ങൾ ഉസ്താദ് ഇത്ര ശമ്പളമുള്ളൂ, ഇത്ര കൊല്ലം. അത്രേ ഉള്ളൂ. നാട്ടിലെപ്പോഴാണ് അറിയുന്നത്? അത്രേ ഉള്ളൂ. പരിഹാരം കാണണം. ഓല് കൂടി ഗ്രൂപ്പിൽ പറഞ്ഞു, നമ്മൾ ഉസ്താദ്മാർക്കൊക്കെ എന്ത് ചെയ്യണം? 3000 വെച്ച് കൂട്ടണം. കാലത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ ഡോക്ടർമാർക്കും പോയാൽ 50 കൊടുത്താൽ പോരാ. എത്ര കൊടുക്കണം? ജലദോഷം വന്നാലും 200, 250, 300 കൊടുക്കണം. മീനിന് കൂടി, മൊത്തത്തിൽ എല്ലാറ്റിനും കൂടി. അതനുസരിച്ച് എന്ത് കൂടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പിൽ പറഞ്ഞു, ആൾക്കാർ കൊടുക്കാൻ റെഡിയാണ്. അതുകൊണ്ട് നമ്മുടെ ശമ്പളം കൊടുക്കാനാവട്ടെ, ഫർണിച്ചർ ഉണ്ടാവാനാവട്ടെ, സ്ഥാപനത്തിൽ പുരോഗതിയാവട്ടെ. ഒരിടത്ത് ഞാൻ വിസിറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞത് എന്നൊക്കെ മധുരക്ക് വേണ്ടി പറയാം, ഇത് പൊരിശക്ക് പറയല്ല. അവിടെ ചെന്നപ്പോൾ ഞാൻ മദ്രസ കെട്ടിടം പുനരുദ്ധാരണം നടത്തണം. അപ്പോൾ അത് ഞാൻ കബീർ വാക്കുവിന് വയൽ നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നല്ലത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, അതിന് യോഗം കൂടിയിരിക്കണം. അന്നാ ഞാൻ വിസിറ്റ് ചെയ്യണേ. അപ്പോൾ യോഗത്തിൽ ഞാൻ പറഞ്ഞു, അതിന് തിരക്കടൊന്നുമില്ല, അതിന് കുറേ അധ്വാനമുണ്ട്, കുറേ ബൈക്ക് ചെലവ്, കുറേ അധ്വാനമുണ്ട്. അന്നെങ്ങാനും മഴ പെയ്താലോ, പണ്ട് തേങ്ങ കച്ചവടക്കാരൻ്റെ കഥ പറഞ്ഞ മാതിരി ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞപ്പോൾ എന്താ മാർഗം? നിങ്ങളുടെ മാർഗം എന്താണെന്ന് വെച്ചു. മാർഗമൊന്നുമില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വിഷമമൊന്നുമില്ല, പറഞ്ഞോളിന്നാണ്. മരണപ്പെട്ടു പോയ എമ്മാരും പാപ്പാരും ഉണ്ടായി കൂട്ടത്തിൽ. നമ്മളെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിണ്ടാക്കിയതാണ്. എല്ലായിടത്തും മുതലുണ്ടാവില്ല. ചിലക്ക് വാപ്പാരുണ്ടാക്കിയ മുതലേറ്റ് ആസ്വദിക്കുന്ന മക്കൾ കൂട്ടത്തിലുണ്ട്. നിങ്ങളുണ്ടാക്കിയതുണ്ട്. രണ്ടാണെങ്കിലും മരിച്ച എമ്മാനി പാപ്പാന് സ്നേഹമുള്ള ആൾക്കാർ കൂട്ടത്തിലുണ്ടെങ്കിൽ ഓരോർക്കാൻ വേണ്ടിയിട്ട് മക്കൾ നന്നാവാൻ മഹാന്മാർ വിശദീകരിച്ചെന്താണെന്നൊക്കെ അറിയോ? സ്വന്തം മക്കൾ നേരാവുള്ള മാർഗം 2 മാർഗങ്ങൾ. വബിറു ആബാഅക്കും തബറുക്കും അബ്നാഉക്കും. നിങ്ങൾ മാതാപിതാക്കൾ ഗുണം ചെയ്യണം, എന്നാൽ കുട്ടികൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. കുട്ടികൾ ഗുണം ചെയ്യാത്തതിന് കാരണം എന്താണെന്നൊക്കെ അറിയും. ഇപ്പോൾ നമ്മളാരും ഗുണം ചെയ്യണില്ല. ഉമ്മാക്കും പാപ്പം ഗുണം ചെയ്യുന്ന അല്ലാഹു ഗുണം ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മാക്കും പാപ്പാക്കും ഗുണം ചെയ്താൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കായി നേരാവും, ഉറപ്പാണ്. അപ്പോൾ ഒന്ന് ദ്വാരക്കലാണ്. രണ്ടാമത്തത് അവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യലാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു,
എൻ്റെ ഉമ്മാൻ്റെ പേരിൽ ആമിന ഉമ്മ മെമ്മോറിയൽ മദ്രസ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഒരാൾ. അപ്പോൾ ആൾക്കാർ കൂടിയ ആൾക്കാർ അതിന് നിങ്ങൾക്ക് കുഴപ്പമുണ്ട്. അതിനെന്താ കുഴപ്പം? മദ്രസിൻ്റെ പുറത്ത് ആമിന ഉമ്മ സ്മാരകത്തിൻ്റെ കുഴപ്പം എന്താ വെച്ചു? എന്നാ അങ്ങനെ പാസ്സാക്കി. ഇനിയൊരു വയലിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഒരൊറ്റ മനുഷ്യൻ, ഒരു ഹൃദയശുദ്ധി ഒറ്റ മനുഷ്യൻ മുന്നോട്ട് വന്നപ്പോൾ എത്ര ആളുകൾ കഷ്ടപ്പെടാൻ മാറിയെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത് കൗമിനോട് പറഞ്ഞാൽ, സമൂഹത്തോട് പറഞ്ഞാൽ റെഡിയാ. ഇപ്പോഴത്തെ ഒരു മദ്രസ വിസിറ്റിനിടയിൽ ഞാൻ പറഞ്ഞു അവിടെ സ്മാർട്ട് ക്ലാസ് റൂമില്ല, ഉണ്ടാക്കണം, അതിനിവിടെ ചെയർ വേണം, അതിൻ്റെ മേശ ടേബിൾ വേണം എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് സെക്രട്ടറി ഖജാൻജിൻ്റെ ഒപ്പടം വന്നപ്പോൾ ഉണ്ടായിരുന്നു. ആ ഐറ്റങ്ങളെന്നെ മൂന്നാളും പറഞ്ഞു ഇൻ്റെ വക കസാല, ഇൻ്റെ വക ടേബിള്, ഇൻ്റെ വക സ്ക്രീൻ. വിഷയം തീർന്നു. അപ്പോൾ പറയേണ്ടത് പോലെ പറഞ്ഞാൽ ആൾക്കാർ കേൾക്കാൻ റെഡിയാണ്. പക്ഷെ പറയണില്ല. നമ്മൾ പറയേണ്ടത് പറയണില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കമ്മിറ്റിക്കാരോട് പറയാനുള്ളത്, ഉസ്താദുമാരെ പറയാനുള്ളത്, ഉസ്താദുമാർ നേരിട്ട് കൗമിനോട് പറയേണ്ട, ആരെ സമ്മതത്തോടെ പറഞ്ഞാൽ മതി. എൻ്റെ നാട്ടിൽ പറയാൻ കാരണം ഞാൻ കമ്മിറ്റിക്കാരനാണ്, കമ്മിറ്റി യോഗം കൂടാതെ പറഞ്ഞാൽ അവിടെ കുഴപ്പമില്ല, ഞാനാണ് നിയന്ത്രിക്കണത്. പക്ഷെ ചിലയിടത്ത് പറഞ്ഞാൽ ചിലപ്പോൾ കമ്മിറ്റി ചോദിക്കും, ഞങ്ങളോട് ചോദിക്കുക താൻ ആരാ പറയാൻ ചോദിക്കും. അപ്പം അതുകൊണ്ട് അത് വേണ്ട. നിങ്ങൾ പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ബന്ധപ്പെട്ട കമ്മിറ്റിയുമായി ആലോചിച്ച് ഞാനിങ്ങനെ ഗ്രൂപ്പിൽ പറയട്ടെ, പറഞ്ഞാൽ കിട്ടും ഉറപ്പുണ്ട് എന്നവർ അന്വേഷിച്ച് സമ്മതം വാങ്ങിയിട്ട് സ്ഥാപനത്തിൻ്റെ പുരോഗതി, നമ്മുടെ വീട്ടിലത്തെ പുരോഗതിയല്ല, അതാഗ്രഹിക്കരുത്, അത് ചിന്തിക്കരുത്. അത് അള്ളാഹു ഉയർത്തും. ഒരു മദ്രസയിലോ സദറുസ്താദ് ദീർഘകാലം 26-25 കൊല്ലം ജോലി ചെയ്ത സദറുസ്താദ് നല്ല പ്രവർത്തകനാണ്, നല്ല മദ്രസ, നല്ല ഉഷാറ, സത്യപ്പഴ, കാണാൻ സുമുഖനാണ്, ചൊറുക്കുള്ള മനുഷ്യനും, തടിയുണ്ട്, മണ്ണോട് കാണാൻ ചൊറുക്കുള്ള മനുഷ്യൻ. അയാളെ കുടിയൊക്കെ ഒരു മനുഷ്യനെ കൊണ്ടുപോകില്ല. കോട്ടം ഭാഗത്താണ് ആളുള്ളത്. എന്തെങ്കിലും അയാൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറും. ഉസ്താദുകളെ കുടിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകില്ല. അങ്ങനെ ഒരിക്കൽ അവിടെ ചെറുപ്പക്കാർ മണ്ണാർക്കാട് അവരെ റിലേഷൻ കല്യാണത്തിന് പോവുകയാണ് മണ്ഡപത്തിലേക്ക്. ആ പോണ വൈക്ക് ഉസ്താദിൻ്റെ വീട് അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ട് ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഉസ്താദിൻ്റെ വീട് കണ്ടപ്പോൾ എന്താണ് കാര്യം കോലം? പരിതാപകരമായ വളരെ ജീർണാവസ്ഥ, വളരെ മോശപ്പെട്ട വീട് കണ്ടപ്പോൾ അതിനൊക്കെ സങ്കടമായി, വിഷമായി. അയച്ചത് നേരെ നാട്ടിൽ വന്നിട്ട് പറഞ്ഞു എന്തായാലും വേണ്ടിയില്ല, നമ്മുടെ സദർ ഉസ്താദ് എന്തുണ്ടായി കൊടുക്കണം. ഒരു വീട് അയാൾ 25 കൊല്ലമായിട്ട് ആ നാട്ടുകാരോട് എന്തായിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതായിരിക്കണം, അതാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരിക്കൽ നമ്മുടെ ആവലാദികൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ ഒരിക്കലും മനുഷ്യന്മാരോട് പറയരുത്. ആരോട് പറയണം? സർവശക്തനായ അള്ളാഹുവിനോട് പറയണം. അള്ളാഹു കേൾക്കും. അള്ളാഹു എല്ലാം കേൾക്കുന്നവൻ, കാണുന്നവൻ, അറിയുന്നവനാണ്. നമ്മുടെ ഇസ്സത്ത് ഒരിക്കലും കളഞ്ഞു കുടിക്കരുത്. റബ്ബിനോട് പറയാം. റബ്ബ് തരാൻ കരുതിയിട്ടില്ലെങ്കിൽ വേണ്ട, തരാൻ അതുകൊണ്ടുണ്ടാവും എന്ന് വിശ്വസിക്കാൻ കഴിയണം. അപ്പം നമ്മൾ നാട്ടുകാരെ പിന്നെ യാചിച്ച് നടക്കൂല. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്ന ഉസ്താദ് നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നാടിന് വേണ്ടി ജീവിച്ച് മരിക്കുന്നു, ഉരുകിത്തീരുന്നു എന്ന് മനസ്സിലാക്കും. അവർ സ്വയം മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കി അവരെ പ്രാർത്ഥന മതി, പ്രവർത്തനം വേണമെന്നൊരു പ്രാർത്ഥന മതി. നമ്മൾ രക്ഷപ്പെടും. നമ്മളെ തന്നെ മക്കൾ, നമുക്കും മക്കളുണ്ടല്ലോ. ഇവിടെ മാത്രമല്ല മക്കളുള്ളത്, നമുക്കും ആരുണ്ട്? മക്കളുണ്ട്, കുടുംബമുണ്ട്, നാട്ടുകാരുണ്ട്. നമ്മളെ റബ്ബ് തിരിച്ചറിയും, നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വരും. അതുകൊണ്ട് നാട്ടിൽ നിന്നൊന്നും ആഗ്രഹിക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ, ഒരു പെരുമയും പ്രതീക്ഷിക്കാതെ, സമ്പത്ത് പ്രതീക്ഷിക്കാതെ, മഹത്തായ സ്ഥാപനത്തിൻ്റെ ഉയർച്ച, വളർച്ച, നാടിൻ്റെ വളർച്ച, കുട്ടികളെ വളർച്ച, അവറ്റങ്ങൾ 5 വക്ത് നിസ്കരിക്കുന്ന, അവർക്ക് മറക്കുന്ന ഒരു സമൂഹം എൻ്റെ ശ്രമഫലമായി ഉണ്ടായിത്തീരണമെന്ന് അങ്ങേയറ്റം പകലിലും രാത്രിയിലും പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു നമ്മെ സ്വീകരിക്കും, അള്ളാഹു നമ്മെ സംരക്ഷിക്കും. മാത്രമല്ല നമ്മുടെ പ്രവർത്തനങ്ങളിൽ റബ്ബിൻ്റെ സഹായം വരും. നമ്മുടെ വാക്കിന്, നമ്മുടെ നോട്ടത്തിന്, നമ്മുടെ പ്രവർത്തനത്തിന് കുതിരശക്തിയുടെ ഫലമുണ്ടാവും. കുട്ടികളുണ്ടായിത്തീരും, രക്ഷിതാക്കളുണ്ടായിത്തീരും. നമ്മുടെ വാക്കുകൾ വലിയ ഫലങ്ങളുണ്ടാക്കി കുട്ടികളെ സ്വീകരിക്കും, നാട്ടുകാർ സ്വീകരിക്കും, കമ്മിറ്റി സ്വീകരിക്കും, എല്ലാവരും സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ മഹത്തായ ഈ വാർഷികവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഈ മദ്രസയിലെ ഉസ്താദുമാരും കമ്മിറ്റി ഭാരവാഹിയും എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ഈ പ്രദേശത്തെ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ വെളിച്ചം വിതറാനുള്ള ഈ മഹത്തായ സ്ഥാപനങ്ങളെ നിലവിലുള്ള ശോഭയിൽ നിന്നും തുടർന്നും ഒരു ശോഭയും കുറക്കാതെ, നമ്മുടെ ജീവിതകാലത്ത് നഷ്ടപ്പെടാതെ, ശോഭ കുറയാതെ, ഇനി കൂട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഉള്ളത് നിലനിർത്താനെങ്കിലും അതിശക്തമായ അശ്രാന്ത പരിശ്രമം നടത്തിയെങ്കിലും നമുക്ക് നിലനിർത്താൻ കഴിയൂ. നമുക്ക് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കണില്ല. ആ പരിശ്രമങ്ങളിൽ നമ്മുടെ കൂട്ടായ പരസ്പര സൗഹൃദത്തോടെ, പരസ്പര സ്നേഹത്തോടെ,
പരസ്പര ബഹുമാനത്തോടെ കമ്മിറ്റിക്കാർ ഉസ്താദുമാരെ ബഹുമാനിക്കണം, ഉസ്താദുമാർ കമ്മിറ്റിക്കാരെ ബഹുമാനിക്കണം. രണ്ട് കൂട്ടരെ പരസ്പരം ബഹുമാനിച്ച് ആദരിച്ച് സ്നേഹത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നാം വിചാരിച്ചതിനേക്കാൾ, നമ്മുടെ മഹാന്മാർ നേതാക്കൾ ആഗ്രഹിച്ചതിനേക്കാൾ ഉന്നതവും ശോഭനവുമായ ഭാവി നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാട്ടിലുണ്ടാക്കി കൊടുക്കാൻ കഴിയും. ഈ കാലം അത്രയും ഉണ്ടായിട്ടുള്ള സകല നന്മകൾക്കും കാരണം നമ്മളല്ലല്ലോ, മറിച്ച് നമുക്ക് മുമ്പ് നടന്നുപോയ അനേകം ഉമറാക്കളുടെയും ഉലമാക്കളുടെയും സാദാത്യങ്ങളുടെയും നിഷ്കളങ്കരായ സാധാരണക്കാരായ സഹോദര സഹോദരിമാരുടെയും ഭക്ഷണവും വരിസംഖ്യയും സഹായങ്ങളിലൂടെയാണ് ഈ കാലം അത്രയും മഹത്തായ സ്ഥാപനം വന്നിട്ടുള്ളത്, നടന്നു നീങ്ങിയിട്ടുള്ളത്. ഇതിനെ ക്ഷതമേൽക്കാൻ പാടില്ല. പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ക്ഷതമേൽപ്പിച്ചിട്ടില്ലെങ്കിലും ഇത് ക്ഷതമേൽപ്പിക്കാനുള്ള ആയിരക്കണക്കിന് സംവിധാനങ്ങളാണ് നമുക്ക് ചുറ്റും നിറഞ്ഞാടുന്നത്. നമുക്കൊരിക്കലും പ്രതിരോധിക്കാൻ കഴിയാത്ത വിധമാണുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥിച്ചും നമ്മളെക്കൊണ്ട് കഴിയുന്നതിൽ പ്രവർത്തിച്ചുകൊണ്ടും ഈ സംഘ സംവിധാനത്തിന് പ്രത്യേകിച്ച് സമസ്ത ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡും നമ്മുടെ നേതാക്കന്മാരും എന്താഗ്രഹിക്കുന്നു ആ ആഗ്രഹത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കണം നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ. ഇനി വരാൻ പോകുന്ന വലിയ മാറ്റമാണ്, റമദാനിന് ശേഷം വരാൻ വലിയ മാറ്റമാണ്. 1 മുതൽ 4-ാം ക്ലാസ് വരെ ഏറ്റവും മികച്ച രീതിയിൽ കഴിഞ്ഞ കാലത്ത് മാറി വിഭിന്നമായ പുതിയ രീതിയിലും ഭാവത്തിലുമുള്ള പാഠപുസ്തകവുമായി മുന്നോട്ട് വരുമ്പോൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനും അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം അറിയാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് പ്രത്യേകമായ മീറ്റുകളും യോഗങ്ങളും ക്ലസ്റ്റർ മീറ്റിങ്ങുകളൊക്കെ നൽകിക്കൊണ്ട് 1-2 ദിവസം സമ്പൂർണ്ണമായി നൽകിക്കൊണ്ട് പ്രത്യേകമായുള്ള കോച്ചിങ് നൽകിക്കൊണ്ട് തന്നെയാണ് വരുന്ന പാഠപുസ്തകത്തെ സ്വീകരിക്കാൻ വേണ്ടി ഉസ്താദ് സജ്ജമാക്കാൻ സമസ്ത ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. അതിലൊക്കെ നിങ്ങളുടെ നിർണായകമായ സ്വാധീനവും സാന്നിധ്യവും ഉണ്ടാവുകയും മഹല്ല് ഭാരവാഹികളുടെ മദ്രസ ഭാരവാഹികളുടെ പിന്തുണയും ഒക്കെ ഉണ്ടാവണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യട്ടെ. നമുക്ക് മുന്നേ മറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ ഗുണകാംക്ഷികൾ, നമ്മുടെ നേതാക്കൾ, നമ്മളാക്കിയ അനേകം ആളുകൾ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉലമാക്കൾക്ക്, ഉമറാക്കൾക്ക്, സാദാത്യങ്ങൾക്ക്, സാധാരണക്കാരായ ലക്ഷക്കണക്കിന് അനേക സഹോദര സഹോദരിമാർ അള്ളാഹുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ദീർഘകാലം ദീനിനും സുന്നത്ത് ജമാഅത്തിനും പ്രവർത്തിക്കാനുള്ള എല്ലാവരുടെ കഴിവും കരുത്തും തൗഫീഖും അവർക്കും നമുക്കും അള്ളാഹു നൽകട്ടെ. ദുനിയാവിൽ പലജാതി പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളിൽ നോക്കി അള്ളാഹു തആല നമ്മളെയും സമൂഹത്തെയും സമുദായത്തെയും സംവിധാനങ്ങളെ അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ജീവിക്കുന്ന കാലം അന്തസ്സോടെ അഭിമാനത്തോടെ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാനും മരണം ഖൈറാകുന്ന സമയത്ത് നിറഞ്ഞ സംതൃപ്തിയോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.